ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. വന്ദനായ പോൾ റമ്പാച്ചൻ, മാത്തുക്കുട്ടി അച്ഛൻ, കർത്താവിൽ ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന എല്ലാ വിശ്വാസികളുമേ, യേശുക്രിസ്തു ഒരു ദിവസം ദേവാലയത്തിൽ കടന്നു ചെന്നു. അന്നൊരു ശാബത്ത് ദിവസമായിരുന്നു. അദ്ദേഹം ദേവാലയത്തിൽ കടന്നു ചെന്നപ്പോൾ പുറകിലൊരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. ആ സ്ത്രീ ക്രിസ്തുവിനെ അറിയാമായിരുന്നു. താൻ പലപ്പോഴും ദേവാലയത്തിൽ വരുമ്പോൾ ഈ സ്ത്രീയെ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അന്നൊന്നും അദ്ദേഹം സംസാരിച്ചില്ല. എന്നാൽ അദ്ദേഹം തന്നെ മനസ്സിലാക്കി വെച്ചിരുന്നു, ഇവൾ 18 വർഷമായി കൂനുള്ള ഒരു സ്ത്രീയാണെന്നും പലപ്പോഴും താൻ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവളെ കാണുന്നതാണ്. പക്ഷെ അവിടെയൊന്നും ക്രിസ്തു പ്രതികരിക്കുന്നതായി നാം കാണുന്നില്ല. ഒരു ദിവസം അദ്ദേഹം ദേവാലയത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ആ സ്ത്രീയെ വിളിച്ചു. നീ കടന്നു വരാൻ പറഞ്ഞു. അവൾ വന്നു. അവളെ സൗഖ്യപ്പെടുത്തി. അപ്പോൾ അവരെല്ലാവരും ചോദിച്ചു, നീ എന്താ ഇതൊക്കെ ചെയ്യുന്നത്? അവിടെ കർത്താവ് ഒരു മറുപടി പറഞ്ഞതാണ് എന്നെ ശ്രദ്ധിച്ചത്. കർത്താവിൻ്റെ ആ പ്രവർത്തനത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ടത്, 18 വർഷമായി ദേവാലയത്തിൽ വന്നിട്ടും വിലയില്ല എന്ന് ചിന്തിച്ചാണ് സമൂഹം മുഴുവനും അവളെ വെച്ചിരുന്നത്. അവളെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. സമൂഹം വില കൽപ്പിക്കാത്തതും സമൂഹം ശ്രദ്ധിക്കാത്തതുമായ ആ സ്ത്രീയെ ക്രിസ്തു ശ്രദ്ധിച്ചു. നാം ഇന്ന് ഈ ദേവാലയത്തിൽ വന്നതിൻ്റെ ഒറ്റ ഉദ്ദേശം ഇതാ: നിങ്ങളുടെ ജീവിതത്തിൽ വിലയില്ല എന്ന് പറയുന്ന ചിലരെയൊക്കെ ഒന്ന് വിലയോടുകൂടി ഒന്ന് സ്നേഹിക്കാനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാത്ത ചിലരൊക്കെ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ട്, അവരെ ഒന്ന് ശ്രദ്ധിക്കാനാണ്. നിങ്ങൾ ദേവാലയങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ വില കൽപ്പിക്കാത്ത പലരും ആ ദേവാലയങ്ങളിലുണ്ട്, അവരെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ഉടനീളം കാണിച്ചത് ഇതാ. അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞു, ഈ വിലയില്ലാത്തവൾക്ക് വിലയുണ്ട് എൻ്റെ സന്നദ്ധിയിൽ. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും ശ്രദ്ധിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നോക്കിയാൽ, അദ്ദേഹം സമൂഹം തള്ളിക്കളഞ്ഞവരെയും ശ്രദ്ധിക്കാത്ത സമൂഹത്തെ അദ്ദേഹം തന്നിലേക്ക് ചേർത്ത് പിടിക്കുമായിരുന്നു. സമൂഹം തള്ളിക്കളഞ്ഞവരെ, വില കൽപ്പിക്കാത്തവരെയൊക്കെയും അദ്ദേഹം ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം വേദപുസ്തകത്തിലുണ്ട്. എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗത്തെ ഒരല്പം കൂടി ആഴത്തിൽ പഠിക്കുവാനാണ് എൻ്റെ ഇന്നത്തെ ആഗ്രഹം. എല്ലാവർക്കും അറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമാണ്. The parable of the lost sheep, the parable of the lost coin, the parable of the lost son. 3 പ്രധാനമായ പാരബിളാണ്, ഉപമകളാണ് യേശുദമ്പുരാൻ പറയുന്നത്. ഒന്ന്, നഷ്ടപ്പെട്ട ആട്, നഷ്ടപ്പെട്ട നാണയം, നഷ്ടപ്പെട്ട മകൻ. ഈ 3 സംഭവങ്ങൾ നമുക്കെല്ലാം അറിയാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. ആ കാണുന്ന ആ 3 ഉപമകൾ ചെറിയ വാക്കുകളിൽ ഞാൻ പറയാം. ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു. അതിൽ ഒരു ആട് നഷ്ടപ്പെട്ടു. 99 ആടിനെ വിട്ടിട്ട് ആ ഒരാടിനെ അന്വേഷിച്ചുകൊണ്ട് ഇടയൻ പോയി. അവിടെ ചെന്ന് ആ ഇടയൻ ആടിനെ തൻ്റെ തോളിലെടുത്ത് തിരിച്ചു വന്ന് സന്തോഷത്തോടുകൂടി ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നഷ്ടപ്പെട്ടു പോയ ആടിനെ ലഭിച്ചിരിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുന്നു. രണ്ടാമതൊരു സ്ത്രീയുടെ കയ്യിൽ 10 നാണയമുണ്ടായിരുന്നു, 10 ദ്രഹ്മയുണ്ടായിരുന്നു, അല്ലെങ്കിൽ സിൽവർ കോയിൻ ഉണ്ടായിരുന്നു. അതിലൊന്നും നഷ്ടപ്പെട്ടു. അവൾ അത് മുഴുവനും അടിച്ചു വാരി വിളക്ക് കൊണ്ട് നോക്കിയപ്പോൾ നഷ്ടപ്പെട്ടു പോയ നാണയം ലഭിച്ചു. അവൾ സന്തോഷിച്ചു. 3-ാമത്തെ ഉപമ നിങ്ങൾക്കറിയാം. അത് മറ്റൊന്നുമല്ല, നമ്മളൊക്കെ പറയും പ്രോഡിഗൽ സൺ എന്ന്. നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ ദുർമാർഗിയായി നഷ്ടപ്പെട്ടു പോയ ഒരു മകനെ കുറിച്ചാണെന്ന് പറയും. എന്നാൽ ഇന്നത്തെ വേദപുസ്തകത്തിലെ പഠനമൊക്കെ നമ്മൾ നടത്തുമ്പോൾ അത് മാത്രമല്ല അതിനർത്ഥം എന്നുള്ളതും നാം ഒന്ന് മനസ്സിലാക്കണം. ഒരു പിതാവിൻ്റെ കയ്യിൽ നിന്ന് സ്വത്തുക്കളെല്ലാം മേടിച്ച് വിദേശത്തേക്ക് പോയി, അതെല്ലാം പല രീതിയിൽ നഷ്ടപ്പെടുത്തി, അവസാനം ജീവിക്കുവാൻ നിർവാഹമില്ലാതെ വന്ന് പന്നിയുടെ അടുക്കൽ കൊടുക്കുന്ന ഭക്ഷണമെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവസാനം അവൻ ഒരു ആത്മബോധം വരുന്നു, ഒരു സുബോധം വരുന്നു. ആ ബോധത്തോട് അവൻ ചിന്തിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്ര ഭംഗിയായി
അവിടെയുള്ള ജോലിക്കാർ ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയിട്ട് മടങ്ങി പിതാവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ഐ ഹാവ് സിൻ അഗൻസ്റ്റ് യു ആൻഡ് അഗൻസ്റ്റ് ഹെവൻ എന്ന, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ മകൻ തിരിച്ചു വരികയും ആ പിതാവ് ശ്രേഷ്ഠമായ അങ്കി അവനെ ധരിപ്പിക്കുന്നു, മോതിരം അവന് കൊടുക്കുന്നു, കാലിൽ ചെരുപ്പണിയിക്കുന്നു, വലിയൊരു വിരുന്ന് കഴിക്കുന്നു. ഈ കാര്യങ്ങൾ ഈ 3 ഉപമകളിൽ ഉള്ള കാര്യങ്ങളാണ്. അവയുടെ ചില അർത്ഥതലങ്ങളെ ഒന്ന് പഠിക്കുവാനാണ് ഞാൻ ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമായി ഞാൻ ക്രിസ്തുയേശുവിൻ്റെ ജീവിതത്തെ നന്നായി വരച്ചു കാട്ടുന്ന ഒരു സുവിശേഷമാണ് ലൂക്കോസ്. അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം ജാതികളായിരുന്നവർ, തള്ളപ്പെട്ടവർ, പാപിനിയായവർ, ചുങ്കക്കാർ എങ്ങനെയാണ് തൻ്റെ അടുക്കലേക്ക് വരുന്നത് എന്നതിൻ്റെ എഴുത്തുകളാണ് അതിൽ ഏറിയ പങ്കും. അതിൻ്റെ ഒരു സൂചനയാണ് ജീനിയോളജിക്കൽ നറേഷൻ അദ്ദേഹം പറയുമ്പോൾ, അതായത് വംശാവലി അദ്ദേഹം പറയുമ്പോൾ ലൂക്കോസ് എവൻഗേലിയോസിന് എഴുതിയിരിക്കുന്നത് ആദാം മുതൽ ക്രിസ്തു വരെയുള്ള പാരമ്പര്യമാണ്. എന്നാൽ നമ്മൾ മത്തായി ശ്ലീഹായിലൊക്കെ നോക്കുമ്പോൾ അബ്രഹാം മുതൽ യേശുക്രിസ്തു വരെയുള്ള പാരമ്പര്യമാണ് പറയുന്നത്. അപ്പോൾ ലൂക്കോസിനെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ജാതികളെ കൂടി, യേശുക്രിസ്തുവിൻ്റെ വരവ് കേവലം യഹൂദൻ്റെ മാത്രം രക്ഷയല്ല എന്നും സർവ്വജാതികളുടെയും രക്ഷയാകയാൽ ആദാം മുതലുള്ള തലമുറയുടെ വിമോചനത്തിൻ്റെ ഭാഗമാണ് യേശുക്രിസ്തു എന്ന് ലൂക്കോസ് എവൻഗേലിയോസ് പഠിപ്പിക്കാറുണ്ട്. അതിൽ ഒരു ഭാഗത്താണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഈ 3 ഉപമകൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. ലോസ്റ്റ് ഷീപ്പിനെ കുറിച്ചും ലോസ്റ്റ് കോയിനെ കുറിച്ചും ലോസ്റ്റ് സണ്ണിനെ കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിപാദ്യം. എന്തുകൊണ്ടാണ് ഈ ഭാഗം എഴുതിയതെന്ന് ആമുഖത്തിൽ നമ്മളൊന്ന് അറിയണം. ഇത് പലപ്പോഴും മനസ്സിലാക്കാതെയാണ് നമ്മൾ ഈ ഉപമയെ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഈ വേദഭാഗം പറയുന്നത് പരീശന്മാരും സാധൂക്യരുമൊക്കെയും വിചാരിച്ചിരുന്നത് യേശുക്രിസ്തു വന്നത് തങ്ങൾക്ക് വേണ്ടിയാണ്, തങ്ങളുടെ ജീവിതം തങ്ങളോടൊപ്പം ജീവിക്കുവാനുള്ള ഒരു യഹൂദ മതപണ്ഡിതനായി അല്ലെങ്കിൽ ഒരു വേദഗുരുവായി അവർ കണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം സാധൂക്യരെയും പരീശന്മാരെയൊക്കെ അടുത്തിരുത്തിയിട്ട് പറയും, ചുങ്കക്കാരെയും പാപികളെയും അടുത്ത് പിടിച്ചിട്ട് പറയും അവരുടെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെയായപ്പോൾ അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായി. അദ്ദേഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നത് സാധൂക്യരോടും പരീശന്മാരുടെ കൂടെ അല്ല, അദ്ദേഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ചുങ്കക്കാരോടും പാപികളോടും കൂടിയാണ്. അപ്പോൾ അവരുടെ നീരസം കണ്ടിട്ട് കർത്താവ് പറഞ്ഞതാണ് ഈ 3 ഉപമകൾ. അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം, യേശുക്രിസ്തുവിനെ കുറിച്ച് അവർ മനസ്സിലാക്കിയിരുന്നതും തങ്ങൾക്ക് വേണ്ടിയാണ് അവൻ വന്നതെന്ന് അവർ മനസ്സിലാക്കിയിരിക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 18 വർഷമായി കൂനിയായ സ്ത്രീ ആരും ശ്രദ്ധിക്കുന്നില്ല. അവളെ വിളിക്കാനും അല്ലെങ്കിൽ ശമറിയാക്കാരത്തെ സ്ത്രീയെ കാണാനും അല്ലെങ്കിൽ പാപിനിയായ സ്ത്രീയെ കാണാനുമാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. ഇത് കണ്ടപ്പോൾ അവർക്കൊരു ധീരസം തോന്നി, ഇദ്ദേഹം എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? ഈ പശ്ചാത്തലത്തിലാണ് യേശുതമ്പുരാൻ ഈ ഉപമ പറയുന്നത്. ചുങ്കക്കാരോടും പാപികളോടും ചേർന്ന് ഭക്ഷണം കഴിക്കുന്ന ക്രിസ്തു ഇതിൽ നീതിമാന്മാരെന്ന് നിരൂപിച്ച ശാസ്ത്രിമാരും പരീശന്മാരും നീരസപ്പെടുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു ഈ ഉപമകളിൽ ഉടനീളം പഠിപ്പിക്കുന്ന പ്രധാന കാര്യം, ഒറ്റ കാര്യമാണ് അദ്ദേഹം പഠിപ്പിച്ചത്: മറ്റുള്ളവർ നിങ്ങൾക്ക് സ്വന്തമായി തീരണം. നിങ്ങളുടേത് നിങ്ങൾക്ക് സ്വന്തമാണ്. നിങ്ങളുടെ മകൻ സ്വന്തമാണ്, ഭർത്താവ് സ്വന്തമാണ്, ഭാര്യ സ്വന്തമാണ്, എല്ലാം ശരിയാ. യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് മറ്റുള്ളവർ നിങ്ങൾക്ക് സ്വന്തമായി മാറണം. ഇവിടെ ശാസ്ത്രിമാരും പരീശന്മാരും അവരോടുള്ള മതപണ്ഡിതന്മാരെല്ലാം അവർക്ക് സ്വന്തമാണ്. എന്നാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ചുങ്കക്കാരും പാപികളും ഒന്നും അവർക്ക് സ്വന്തമല്ല. അതുകൊണ്ട് യേശുക്രിസ്തു അവരെ പഠിപ്പിക്കുകയാണ്, മറ്റുള്ളവർ നിങ്ങൾക്ക് സ്വന്തമായി തീരണം. എങ്കിൽ മാത്രമേ നമ്മൾ ഒരു നഷ്ടപ്പെട്ടവനെ അന്വേഷിച്ച് പോവുകയുള്ളൂ. നമ്മൾ നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് പോകണമെങ്കിൽ അത് നമുക്ക് സ്വന്തമായി തീരണം.
ഗാന്ധിയുടെ ജീവിതത്തിൽ ഒരിക്കലൊരു കഥയുണ്ട്. ഗാന്ധി ഒരിക്കലൊരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഗാന്ധി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ എടുത്ത് മാറിൽ വെച്ചുകൊണ്ട് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. പ്രസംഗം അല്പനേരം ദൈർഘ്യമുള്ളതായി. പ്രസംഗത്തിൻ്റെ അന്ത്യത്തിൽ ഗാന്ധി ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കുഞ്ഞിനെ ഇത്രയും നേരം ആ ഏണിലെടുത്തുകൊണ്ടിരുന്നത്? എന്തൊരു ഭാരമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, കുഞ്ഞെൻ്റെ സ്വന്തമാണ്, അതുകൊണ്ട് എനിക്ക് ഭാരമില്ല. നമ്മുടെ ജീവിതത്തിൽ പലതും സ്വന്തമല്ലാത്തിടത്തോളം നമുക്കെല്ലാം ഭാരമാണ്. യേശുക്രിസ്തു പഠിപ്പിച്ചു, ചുങ്കക്കാരും പാപികളുമൊക്കെ നിങ്ങൾക്ക് സ്വന്തമല്ലാത്തത് കൊണ്ട് അവർ നിങ്ങൾക്ക് ഭാരമാണ്. പക്ഷെ നിങ്ങൾക്ക് എന്ന് സ്വന്തമാകുമോ അപ്പോൾ അത് നിങ്ങൾക്ക് ഭാരമല്ലാതായി തീരും. അവിടെയാണ് യേശുക്രിസ്തു പറയുന്നത്, നഷ്ടപ്പെട്ടതിനെ തിരിച്ചറിയാനുള്ള കഴിവ്. ഈ ഉപമകളുടെ ആകമാനമായ 3-4 വാക്കുകളിൽ പൊരുൾ ഞാൻ പറയുകയാണ്. 1, നഷ്ടപ്പെട്ടതിനെ തിരിച്ചറിയാനുള്ള കഴിവ്. 2, നഷ്ടപ്പെട്ടതിനെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ കുറവ് മനസ്സിലാക്കുവാനുള്ള ഇടയൻ. 3, നിനക്കതിനോട് സ്നേഹമുണ്ടായാൽ പിന്നെ കുറവ് നിങ്ങൾ ഓർക്കുകയില്ല. നമ്മുടെ ജീവിതത്തിലെ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്, ഈ ഉപമകൾ ആകമാനം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഈ പാരബിളിൽ ആകമാനമുള്ള പ്രധാനമായ കാര്യം നഷ്ടപ്പെട്ടതിനെ തിരിച്ചറിയാനുള്ള കഴിവ്. അത് പലതാകാം. നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അത് തിരിച്ചറിയാനുള്ള കഴിവ് ഒന്നാമത് നമുക്ക് വേണം. അപരൻ്റേതിനെ കുറിച്ച് മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ നീ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആധ്യാത്മികതയുടെ കുറവുകൾ ഒന്ന് ചിന്തിച്ച്, അല്പം പുറകിലുള്ള നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമുക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ അത് തിരിച്ചറിയാനുള്ള കഴിവ്. ദേവാലയ ബന്ധത്തിൽ എന്നെയും നിങ്ങളെയും വളർത്തിക്കൊണ്ടുവന്ന ഒരു സന്ദർഭത്തിൽ നിന്ന് ഇന്ന് ഭൗതികപരമായ സമ്പാദ്യങ്ങളും സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചപ്പോൾ നമുക്ക് എത്രമാത്രം ആ ഒരു തിരിച്ചറിവ് ആത്മീകതയിൽ നഷ്ടപ്പെട്ടു എന്നുള്ള ബോധ്യമുണ്ട് എന്നുള്ളത് അറിയുക. എന്നാൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ കുറവ് മനസ്സിലാക്കിയ ഒരു ഇടയനെ കുറിച്ചാണ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. നഷ്ടപ്പെട്ടതിനെ തിരിച്ചറിഞ്ഞു, അതിൻ്റെ കുറവ് മനസ്സിലാക്കാനായിട്ട് ആ ഇടയന് സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹം ഏറ്റവും വ്യക്തമായി നമ്മളോട് പറയുന്നത്, നിനക്ക് ഉള്ളതിനോട് സ്നേഹമുണ്ടായാൽ പിന്നെ കുറവ് നമ്മൾ ഒരിക്കലും ഓർക്കുകയില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു കുടുംബജീവിതത്തിൽ തന്നെ ആയിരിക്കുന്ന നിങ്ങൾക്ക് നല്ലൊരു സ്നേഹം ഭർത്താവിനോടും മക്കളോടും ഒക്കെ വന്നാൽ അവരൊരു ചെറിയ കുറവ് കാണിച്ചാൽ നമുക്ക് പ്രയാസം വരുമോ? ഇല്ല. അപ്പോൾ സ്നേഹം നന്നായി ലഭിച്ചാൽ മാത്രമേ, കൊടുത്താൽ മാത്രമേ കുറവുകൾ പിന്നീട് നമ്മൾ ഓർക്കാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഈ ഉപമകളെ ഈ രീതിയിൽ നമുക്ക് വായിക്കാനായിട്ട് പ്രധാനമായും സാധിക്കണം. എന്നാൽ ഈ ഇടയനെ ഒന്ന് പരിചയപ്പെടുത്തി കാണിക്കാൻ ഞാൻ, നഷ്ടപ്പെട്ടതിനെ അറിയുന്ന ഒരു ഇടയനെയാണ് ക്രിസ്തുവിലൂടെ നമ്മൾ പരിചയപ്പെടേണ്ടത്. നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചു പോകുന്ന ഒരു ഇടയനെയാണ് നമ്മൾ ക്രിസ്തുവിലൂടെ മനസ്സിലാക്കേണ്ടത്. അതിനൊരു ഉദാഹരണമാണ്, അദ്ദേഹം ഒരു കുഷ്ഠരോഗിയെ കണ്ടു. കുഷ്ഠരോഗിയെ ആഗ്രഹിക്കുന്നത് ഒരു സൗഖ്യമാണെങ്കിലും ക്രിസ്തു ചെയ്യുന്നത് അവനെ തൊടുകയാണ്. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിങ്ങളുടെ പണമായിരിക്കില്ല ചിലപ്പോൾ ചിലർക്ക് വേണ്ടത്, നിങ്ങളുടെ ഒരു സ്പർശനമായിരിക്കണം. യേശുക്രിസ്തു കുഷ്ഠരോഗിയിൽ കേവലം ഒരു മരുന്ന് കൊണ്ട് സുഖപ്പെടുത്തുവാനല്ല ആഗ്രഹിച്ചത്. അവൻ്റെ കരങ്ങൾ അവനെ തൊട്ടു, നീ സൗഖ്യമാക എന്ന് പറഞ്ഞു. അവൻ സൗഖ്യമായി. രണ്ടാമത് ക്രിസ്തുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവൻ ഗദരദേശത്തേക്ക് ചെന്നു. അവൻ എവിടെയാണ് വീണു കിടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ആ ഭൂതഗ്രസ്തനെ ഗദരദേശത്തെ കല്ലറകളിൽ പോയി കണ്ടു എന്നുള്ളത്. ആ ഇടയൻ്റെ ചില പ്രത്യേകതകളാണ് ഞാൻ പറയുന്നത്. അവൻ കുഷ്ഠരോഗിയെ തൊട്ടവനാണ്, അവൻ ഭൂതഗ്രസ്തനെ കല്ലറയിൽ ചെന്ന് കണ്ടവനാണ് ഗദരദേശത്ത്. വീണ്ടും നമുക്കറിയാം, അവൻ ശമറിയാക്കാരത്തെ സ്ത്രീയോട് അവളെ നേടുവാൻ വേണ്ടി സുഗാർ പട്ടണത്തിലെ അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അരികിൽ വന്ന് അദ്ദേഹം ഇരിക്കുക, ആ കിണറിനരികെ വന്ന് ഇരിക്കുക. ഞാൻ ഈ വേദഭാഗത്തൊക്കെ പറഞ്ഞത് നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചു പോയ ഒരിടയൻ്റെ ചെറിയ ദൗത്യങ്ങളെക്കുറിച്ചാണ്. അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയാണ്, നഷ്ടപ്പെട്ടതിനെ എങ്ങനെയാണ് ഞാൻ അന്വേഷിച്ചത്. ക്രിസ്തു അന്വേഷിച്ച നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള
ആമുഖമായ അറിവാണിത്. അദ്ദേഹം നഷ്ടപ്പെട്ടതിനെ ഒരുപക്ഷെ സ്പർശനം കൊണ്ട് നേടിയെടുക്കാൻ ശ്രമിച്ചു. ഇല്ലെങ്കിൽ അദ്ദേഹം പോയി, അതായത് ഗദരദേശത്തെ പിശാച് ബാധിതനെ അവൻ്റെ കല്ലറകളിൽ പോയി കണ്ടു. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൻ്റെ പ്രത്യേകത. മൂന്നാമത് ഞാൻ പറഞ്ഞത്, ശമറിയാക്കാരൻ സ്ത്രീയുടെ സുഗാർ പട്ടണത്തിൽ ആ കിണറിന് അരികെ വന്ന് അദ്ദേഹം ഇരുന്നു. അവൾ വരുമ്പോൾ അവളെ നേടിയെടുക്കണമെന്നുള്ള വിശ്വാസത്തോട്. അതുകൊണ്ട് ഓർക്കുക, നഷ്ടപ്പെട്ടതിനെ അറിയുന്ന ഇടയൻ, ആ ഇടയൻ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ മക്കളാണ് നാം ഓരോരുത്തരും. ആ യാത്ര നമുക്ക് ഉണ്ടാകുമോ? അതുകൊണ്ട് ഒരു കാര്യം ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു, അന്വേഷിച്ചാൽ നീ കണ്ടെത്തും. സീക്ക് യു വിൽ ഫൈൻഡ് എന്ന ആത്മാർത്ഥതയോടെ നീ അന്വേഷിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നീ നഷ്ടപ്പെടുത്തിയ പലരുമുണ്ട്, നിന്നെ നഷ്ടപ്പെടുത്തി പോയിട്ടുള്ള പലരുമുണ്ട്. അവരെ നിനക്ക് നേടാൻ കഴിയുമെന്നാണ് പറയുന്നത്. പലരും നമ്മൾ പറയുന്നത് എനിക്കവരെ നേടാൻ പറ്റുകയില്ല. പക്ഷെ ക്രിസ്തു പറയുന്നത് എനിക്ക് കുഷ്ഠരോഗിയെ നേടാൻ കഴിഞ്ഞു, എനിക്ക് ശമരിയാക്കാരത്തെ സ്ത്രീയെ നേടാൻ കഴിഞ്ഞു. അവരൊന്നും എൻ്റെ സ്വന്തമല്ലായിരുന്നു, പക്ഷെ അവർ എനിക്ക്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തമായവരെ പോലും നിങ്ങൾക്ക് ഇതുവരെ നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നഷ്ടപ്പെട്ടതിനെ നേടിയെടുക്കുക എന്ന് പറഞ്ഞത് സ്വന്തമായതിനെ നേടുക എന്നത് മാത്രമല്ല, അപരിചിതരായി ഇന്ന് വരെ നിങ്ങളുടെ മനസ്സിൽ സ്നേഹം കൊടുക്കാത്ത ആരൊക്കെയുണ്ടോ അവരെ ഇന്ന് നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് ക്രിസ്തുവിൻ്റെ ഈ പാരബിളിനൊക്കെ അർത്ഥമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ കേട്ടിട്ട് അച്ഛാ എന്നെ പലരും നോക്കുന്നില്ല എന്നുള്ളതല്ല, ഞാൻ നോക്കാത്ത എത്ര പേരുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അതാണ് യേശു ക്രിസ്തു ആ ദേവാലയ സന്നിധിയിൽ നിന്നുകൊണ്ട് 18 വർഷമായ ആ കൂനിയായ സ്ത്രീയെ കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കാണാത്ത വളരെ നാളുകളായി ഈ പള്ളിയിൽ വരുന്ന ഒരു സ്ത്രീയുണ്ട്, അവൾ 18 വർഷമായി പുറത്ത്. നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മൾ എത്രയോ നാളുകൾ ദേവാലയത്തിൽ നിന്നിട്ടും നാം ശ്രദ്ധിക്കാത്ത എത്ര പേർ ഉണ്ട്. ആ നഷ്ടപ്പെട്ടതിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ഈ നല്ല ഇടയത്വ ശുശ്രൂഷയിലേക്ക് നമ്മളൊന്ന് വരുന്നത്. അതുകൊണ്ട് മദ്ബഹായിൽ നിൽക്കുന്ന പുരോഹിതൻ മാത്രമല്ല ഇടയൻ, നിങ്ങൾ ഓരോരുത്തരും ഇടയനാണ്. നിങ്ങൾക്ക് ആരെയൊക്കെ നേടിയെടുക്കാൻ കഴിയുമോ അവിടെ നിങ്ങൾ ഇടയത്വ ശുശ്രൂഷയിലേക്ക് വരികയാണ്. ഈ യാത്രയാണ് ഞാൻ കൊണ്ടുവരുന്നത്. എന്നാൽ നിങ്ങൾ ഈ ഉപമകൾ 3 ഞാൻ പറഞ്ഞു. ഒന്ന് ലോസ്റ്റ് ഷീപ്പാണ്, പാരബിൾ ഓഫ് ദ ലോസ്റ്റ് ഷീപ്പ്, പാരബിൾ ഓഫ് ദ ലോസ്റ്റ് കോയിൻ, പാരബിൾ ഓഫ് ദ ലോസ്റ്റ് സൺ. അതായത് നഷ്ടപ്പെട്ട ആട്, നഷ്ടപ്പെട്ട നാണയം, നഷ്ടപ്പെട്ട മകൻ. ഈ 3 ഉപമകൾ വായിച്ചപ്പോൾ എനിക്ക് വളരെ ആകർഷണം തോന്നി. എന്താണെന്നറിയോ? 2 എണ്ണത്തിന് ബുദ്ധിയില്ല, ഒരെണ്ണത്തിന് ബുദ്ധിയുണ്ട്. ഈ 3 ഉപമകളെ ഞാൻ വായിച്ചപ്പോൾ ഒരു പ്രത്യേകത, 2 എണ്ണത്തിന്, അതായത് നാണയത്തിന് ബുദ്ധിയുണ്ടോ? ഇല്ല. ആടിന് അതിൻ്റെതായ ബുദ്ധി കാണും, നമ്മൾ പറയുന്ന ബുദ്ധിയുണ്ടോ? ഇല്ല. അപ്പൊ 2 എണ്ണത്തിന് ബുദ്ധിയില്ല, ഒരെണ്ണത്തിന്. നഷ്ടപ്പെട്ടു പോയ മകൻ എന്തുകൊണ്ട് ഇല്ലേ? അവൻ വീട്ടിൽ നിന്ന് സാധനം പൈസ എല്ലാം വേണമെന്ന് പറഞ്ഞ് അവന് ബുദ്ധി ഉണ്ടായിട്ടല്ലേ? എനിക്ക് ഇച്ചിരൂടെ സുഖമായിട്ട് ജീവിക്കണമെന്ന് തോന്നിയെങ്കിൽ അവന് ബുദ്ധിയുണ്ട്. അപ്പോൾ മനുഷ്യൻ താൻ നിർമ്മിച്ചിരിക്കുന്ന മനുഷ്യന് ബുദ്ധിയുണ്ടെന്നും ബാക്കി 2 എണ്ണത്തിന് ബുദ്ധിയില്ല എന്നും. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. വളരെ ആദ്യ വാക്കുകളിൽ ഞാൻ പറയുമ്പോൾ, ഒന്ന്, അതിൻ്റെ ദൈവശാസ്ത്രപരമായ അർത്ഥം ഇതാണ്: ദൈവത്തെ അറിയാതെ പോയ ജാതികളാണ്. അദ്ദേഹം ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഞാൻ ഈ ഉപമയുടെ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞത് ഈ ചുങ്കക്കാരും പാപികളും എന്ന് പറയുന്നവർക്ക് ആരെ അറിയത്തില്ല? ദൈവത്തെ അറിയത്തില്ല. എന്നാൽ ഒരു പിതാവിനെ അറിയുന്ന മകൻ, നമ്മളെപ്പോലുള്ളവരാരാ? ദൈവത്തെ അറിയുന്നു. ഇതിനെ തമ്മിലാണ് ക്രിസ്തു ഈ ഉപമയിലൂടെ ബന്ധിപ്പിച്ചത്. ഈ ജാതികളായിരിക്കുന്നവരും ഇതുപോലെ തന്നെ ഈ പറയുന്ന ചുങ്കക്കാരും പാപികളും ആരെ അറിയാത്തവരാ? അവിടെയാണ് ഈ കഥ മാറുന്നത്. ആദ്യത്തെ 2 പേർ ഷീപ്പിലും കോയിനിലും വരുമ്പോൾ എന്താ? ആ ഇടയൻ ആടിനെ അന്വേഷിച്ചു പോകുന്നു, ആ സ്ത്രീ നാണയത്തെ അന്വേഷിച്ചു പോകും. എന്നാൽ 3ാമത്തേതിൽ പിതാവ് അന്വേഷിച്ചു പോകുന്നതായിട്ട് വേദപുസ്തകത്തിൽ ഇല്ല. പിതാവിനെ അന്വേഷിച്ച് ആര് വരുന്നതായിട്ടാ? ഈ ഉപമയുടെ പ്രത്യേകത. ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ദൈവത്തെ അറിയാത്ത ചുങ്കക്കാരും പാപികളെയും
അന്വേഷിച്ച് ആര് പോകുന്നു? ക്രിസ്തു പോകുന്നു. എന്നാൽ ദൈവത്തെ അറിയുന്ന നമ്മൾ ആരെ അന്വേഷിച്ച് വരണം? നമ്മൾ നഷ്ടപ്പെട്ടാൽ പിതാവിനെ അന്വേഷിച്ച് വരണം. ഇത് തമ്മിലൊരു വലിയ ബന്ധമാണ്. യേശുക്രിസ്തു പറഞ്ഞ ഈ ഉപമയാണ് ഞാൻ കൊണ്ടുവരുന്നത്. ആ ഉപമയുടെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ 2 ഉപമ ബുദ്ധിയില്ലാത്തവരെന്ന് ഞാൻ പറഞ്ഞത് അവർക്ക് ദൈവത്തെ അറിയാത്തവരായിരുന്നു. അവരാണ് ചുങ്കക്കാരും പാപികളും. അതുകൊണ്ട് ക്രിസ്തു ആരുടെ അടുക്കിലേക്ക് പോയി? അവിടെയാണ് ഈ ആദ്യത്തെ ഉപമയിൽ ഇടയൻ ആട് എവിടെയാണോ കിടക്കുന്നത് അവിടേക്ക് പോയി. നഷ്ടപ്പെട്ടു പോയ നാണയത്തെ നോക്കാൻ ആ സ്ത്രീ അന്വേഷിച്ചു പോയി. ഇതിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? 3ാമത്തെ ഉപമയിൽ ഈ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് മകൻ പോയെങ്കിലും പിതാവ് അന്വേഷിച്ചു പോകുന്നില്ല. ആര് മടങ്ങി വരുന്നു? മകൻ മടങ്ങി വരുന്നു. അതായത് ദൈവത്തെ അറിയുന്നവർ നഷ്ടപ്പെട്ടു പോയാൽ അവർ മടങ്ങി പിതാവിന്റെ സന്നിധിയിലേക്ക് വരണം. എന്നാൽ മറ്റു 2ലും അറിയാത്തവരാണ്. അവിടെയാണ് ക്രിസ്തു പറഞ്ഞത്, സാദൂക്യരും പരീശന്മാരെ, നിങ്ങളെ ഞാൻ അങ്ങോട്ട് അന്വേഷിക്കാത്തത്, നിങ്ങൾക്ക് ദൈവത്തെ അറിയാം, പക്ഷെ നിങ്ങൾ വളരുന്നില്ല. എന്നാൽ ചുങ്കക്കാരും പാപികൾക്കും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ പോയി ഭക്ഷണം കഴിക്കുന്നു, അവരിൽ ഒരുവനായി അതിനായി കർത്താവ് ഈ ഉപമ പറഞ്ഞത്. നമ്മൾ വിചാരിക്കും ഒരു ആട് പോയതിൻ്റെ കഥ പറയാൻ വേണ്ടിയാണ്. പുള്ളി അതിനൊന്നും അല്ല ഈ കഥ പറഞ്ഞത്. ഒരു ആട് പോയെന്ന് പറഞ്ഞ് തന്നെ കഥ പറയാം. അതിനൊക്കെ വലിയ അർത്ഥതലങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ടാകാം. അതിലേക്ക് ഞാൻ വീണ്ടും കടന്നു ചെല്ലുമ്പോൾ പറയാം. ഉണ്ട് 1ാമത്തെ അറിവാണ് ഞാൻ വെച്ചത്. ദൈവത്തെ അറിയാതെ പോയ ജാതികൾ അവരുടെ അടുക്കിലേക്ക് ഇടയൻ കടന്നു ചെല്ലുന്നു. എന്നാൽ ദൈവത്തെ അറിയുന്ന ആൾ നഷ്ടപ്പെടുമ്പോൾ അവിടുത്തെ അറിവിനെക്കുറിച്ച് പറയാം. ദൈവത്തെ അറിയുവാൻ കഴിയാതെ ഈ ഭൂമിയിൽ ജനിച്ചവരുണ്ടാകാം. അവരാണ് ജാതികളും ചുങ്കക്കാരും പാപികളും. അവരെ അന്വേഷിച്ചു പോകുന്ന ചിത്രമാണ് ആടിൻ്റെ ഉപമയിലും നഷ്ടപ്പെട്ട നാണയത്തിലും നമ്മൾ വായിക്കേണ്ടത്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഇങ്ങനെ വായിക്കണം. അതായത് ദൈവത്തെ അറിയാൻ കഴിയാതെ പോയ ഈ ഭൂമിയിൽ ജനിച്ചവരുണ്ടാകാം. അവരാണ് ജാതികളും ചുങ്കക്കാരും പാപികളും. അവരെ അന്വേഷിച്ചു പോകുന്ന ചിത്രമാണ് ആടിൻ്റെ ഉപമയിലും നഷ്ടപ്പെട്ട നാണയത്തിലും. എന്നാൽ ദൈവത്തെ അറിഞ്ഞിട്ട് വഴിയിൽ നിന്ന് അകന്നുപോയ ചിത്രമാണ് നഷ്ടപ്പെട്ടു പോയ മകൻ്റെ ഉപമ. അവിടെ അവന് വിവേകമുണ്ടായി, അവൻ മടങ്ങി വരുന്നു. അതുകൊണ്ട് അറിയാതെ ഈ ഭൂമിയിൽ ജനിച്ചവരെ തേടിപ്പോകുന്ന ക്രിസ്തു, എന്നാൽ അറിഞ്ഞിട്ട് നഷ്ടപ്പെട്ടു പോയവർക്കായി വാതിൽ തുറന്നിട്ടിരിക്കുന്ന ചിത്രമാണ് 3ാമത്തെ ഉപമയിൽ. മാനസാന്തരപ്പെടുന്നവൻ മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന പിതാവ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു അറിവ് ലഭിച്ചു കാണും. യേശുക്രിസ്തു ഈ ഉപമ പറഞ്ഞത് സദൂക്യരും പരീശന്മാരും ചുങ്കക്കാരും പാപികളെയും തമ്മിലൊന്ന് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉപമയുടെ ആദ്യ അറിവുകളാണ് ഞാൻ വെച്ചത്. എന്നാൽ ഈ ആടിനെ അന്വേഷിച്ചു പോയ ഇടയനെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇടയനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആ ആടിന് തോന്നി ഞാൻ ഇടയൻ്റെതാണെന്ന്. ഞാൻ പറഞ്ഞു, യേശുക്രിസ്തു ഈ ഉപമകളിലെല്ലാം പഠിപ്പിച്ച അദ്ദേഹം അന്വേഷിച്ചു പോകുന്നത് ആരെയാ? ജാതികളെയാ. ജാതികളെ അന്വേഷിച്ചു പോവുകയും എന്നാൽ സ്വന്തമായിരിക്കുന്ന യഹൂദന്റെ അടുക്കൽ അവൻ നഷ്ടപ്പെട്ടെങ്കിൽ അവൻ തിരിച്ച് ക്രിസ്തുവിലേക്ക് വരണമെന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. എന്നാൽ ഇടയനെ അന്വേഷിച്ചു പോകും. ഇടയൻ അന്വേഷിച്ചെല്ലുമ്പോൾ ആട് വിചാരിക്കുകയാണ് ഞാൻ ഇവൻ്റെ അല്ല, പക്ഷെ അവൻ എന്നെ അന്വേഷിച്ച് വരുന്നു. അതുകൊണ്ടാണ് അവൻ തോളിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഉപമയിൽ പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ആടിനെ അന്വേഷിച്ച് എന്നപ്പോൾ ആ ആടിങ്ങനെ നോക്കിയിരിക്കുക. അവൻ അറിയത്തില്ല ഈ ആട് ഇടയനെ. ക്രിസ്തു പറഞ്ഞപ്പോൾ 99 ആടുകളുടെ ഒരു കഥയാണെങ്കിലും ഈ ആടിന് നല്ല നിശ്ചയമില്ല. പക്ഷെ കടന്നു വന്നപ്പോൾ ആ ഇടയൻ്റെ മാറിലേക്ക് തോളിലേക്ക് ചാടിക്കയറുന്ന ആടിനെയാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ഒരു മിനിസ്ട്രിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കൊക്കെ ഒരു മിനിസ്ട്രി ഉണ്ട്. നിങ്ങൾ എവിടെയായിരുന്നാലും നമ്മുടേതായ ദൈവിക ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത, നാം വിശ്വസിക്കുന്ന ദൈവത്തെ അറിയാത്ത ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവരുടെ ഇടയിൽ നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ടിട്ട് നമ്മുടെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മിനിസ്ട്രിയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ആ ആടിനെ അന്വേഷിച്ചെന്നപ്പോൾ ആടൊരിക്കലും ചിന്തിച്ചില്ല ഇത്ര വിലയില്ലാത്ത എന്നെ അന്വേഷിച്ച ഒരു ഇടയൻ വരുമോ എന്ന്.
പക്ഷേ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നു, നല്ല ഇടയനായ ക്രിസ്തു പഠിപ്പിക്കുന്നു, നീ വിലയുള്ളവനാണ്. അതുകൊണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ആട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. അതുകൊണ്ട് നമ്മൾ ഇങ്ങനൊരു മാറ്റം ഉണ്ടായാൽ ലോകം മാറും. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കെ നിങ്ങളൊരു ദരിദ്രൻ്റെ വീട്ടിലോട്ടൊന്ന് കടന്നു ചെന്നാൽ ആ വീട്ടിലുണ്ടാകുന്ന മനോഭാവം എത്ര വലുതാ അല്ലേ? നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയണം ഈ സമൂഹത്തിൽ. അതുകൊണ്ട് ക്രിസ്തു പഠിപ്പിച്ചു, നല്ല ഇടയൻ ഇറങ്ങിച്ചെന്നപ്പോൾ ആടിന് ഇടയനെ അറിയത്തില്ല, പക്ഷേ ഇടയനെ കണ്ടപ്പോൾ അതിന് സന്തോഷം തോന്നി. വിലയില്ലാത്ത, ജാതിയായ, അല്ലെങ്കിൽ തള്ളപ്പെട്ട, സമൂഹം അവഗണിച്ച എന്നെ തേടി ഈ ഇടയൻ വന്നുവല്ലോ. ഈ മിനിസ്ട്രിയാണ് നമ്മുടെ ആധ്യാത്മികതയിൽ ഉണ്ടാകേണ്ടത്. അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ പഠിക്കാനൊന്നും കഴിവില്ലാത്ത, അല്ലെങ്കിൽ അല്പം ഡിസേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാകാം, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാകാം, ആരുമായിക്കൊള്ളട്ടെ, അവരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷയ്ക്ക് പുതിയ മാനമുണ്ടാകുന്നത്. അതുകൊണ്ട് ക്രിസ്തു പഠിപ്പിച്ചു, ഇടയൻ ചെന്നപ്പോൾ ആട് പ്രതീക്ഷിച്ചില്ല എന്നെ അന്വേഷിച്ച് ഇടയൻ വരുമെന്ന്. പക്ഷെ ഇന്ന് കണ്ടപ്പോൾ ആടിന് ഭയങ്കര സന്തോഷമുണ്ടായി. ഞാൻ ഇത്രയും നാളും വിചാരിച്ചു, അതുകൊണ്ടായി ആടൊന്ന് ഓടി നോക്കിയത്, ഈ ഇടയന് വലുതായിട്ടൊക്കെ എന്നെ അറിയാവോ ഇല്ലേ? നമ്മുടെയൊക്കെ ചില കുഞ്ഞുങ്ങൾ വീട്ടിൽ ചെയ്ത് കാണിക്കും, അമ്മയ്ക്ക് സ്നേഹമുണ്ടോ എന്നൊക്കെ അറിയാൻ ഒന്ന് ചെറിയ പണിയൊക്കെ കാണിക്കും. ഇതുപോലെ ഈ ആടിനും തോന്നി വലിയ സ്നേഹമൊക്കെ ഇടയനുണ്ടോ. അപ്പോൾ ആ മനസ്സിലായേ 99 വിട്ടിട്ട് ഈ പുള്ളി ആരെ കാണാൻ വന്നു. അപ്പോൾ അവന് മനസ്സിലായി, എന്നെയും അറിയുന്നവനാണ്. ക്രിസ്തു പഠിപ്പിച്ചതെന്താ അറിയാം? ചുങ്കക്കാരാ, നിന്നെ അറിയുന്നവനാണ് ഞാൻ. പാപിനി, നിന്നെ അറിയുന്നവനാണ് ഞാൻ. നീ ഒരു പക്ഷേ എൻ്റെ ഗണത്തിലുള്ള സാധുക്കിനും പരീക്ഷനും ഒന്നും അല്ല, പക്ഷെ ഞാൻ നിന്നെ അറിയുന്നവനാണ്. അപ്പം നമ്മൾ ഇനിയും പള്ളിയിലൊക്കെ വന്നിരിക്കുമ്പോൾ കരയുക, ഒരു കാര്യം അറിയണം, എൻ്റെ ദൈവം എന്നെ അറിയുന്നവനാണ്. അല്ലാതെ ഇവിടെ 100 നാണയം വിട്ടവനല്ല, ഇവിടെ വിലയേറിയ വസ്തുക്കൾ ധരിപ്പിച്ചവനല്ല. നിന്നെയും ദൈവം അറിയുന്നവനാണ്. ഈ മനോഹരമായ വാക്കാണ് കർത്താവ് പറഞ്ഞത്. ഇടയൻ അന്വേഷിച്ച് വന്നപ്പോൾ ഇല്ലേ, എന്തോ ഒരു ആനന്ദമാണ് ആ ആടിനുണ്ടായത്. ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. ആദ്യത്തെ കഥയിൽ 99 നിന്നാണ് 1. ഈ ഉപമ നിങ്ങൾക്ക് അറിയാവില്ല, അതുകൊണ്ടാണ് ഈ ഉപമയൊന്നും പറയാത്തത്. 99 നിന്നാണ് 1 പോയത്. രണ്ടാമത്തേതിൽ എത്ര നിന്നാ? 10 നാണയത്തിൽ നിന്നാണ് 1 പോയത്. മൂന്നാമത്തെ ഉപമയിൽ 2 എണ്ണത്തിൽ നിന്നാണ് ഒരാൾ നഷ്ടപ്പെട്ടത്. എന്താ ഇങ്ങനെ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ വീട്ടിലെല്ലാം അലങ്കരിച്ച് വെക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഒന്നും നഷ്ടപ്പെട്ടാൽ അതിന് എന്ത് കുറയും? അതിൻ്റെ ഭംഗി കുറയും. നിങ്ങൾ വീട്ടിൽ ഓരോന്ന് അറേഞ്ച് ചെയ്ത്, നമ്മുടെ വീടെല്ലാം അലങ്കോലമായിട്ടൊക്കെ കിടക്കുന്നെങ്കിൽ അറിയത്തില്ല, അറേഞ്ച് ചെയ്ത് വെക്കുന്ന വീടാണെങ്കിൽ 10 എണ്ണം ഇങ്ങനെ വെച്ചു, അതിലൊന്ന് കാണത്തില്ലേ? നമ്മൾ വീട്ടിൽ വരുന്നതാണോ ചോദിക്കുന്നത്, എവിടെ നഷ്ടപ്പെട്ടു പോയി ഇല്ലേ? ഈ നമ്മളെ നിർമ്മിച്ച ദൈവം ഇങ്ങനെയാ. 99 ആട്ടിൽ 100 എണ്ണത്തിൽ 1 പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ ഭംഗി കുറഞ്ഞു. നമ്മളാവിയായിരിക്കും 99 ഉണ്ടല്ലോ എന്ന് പറയാം, പക്ഷേ നിർമ്മിച്ച ആളിനെ 99ൻ്റെ 1 കഷ്ടപ്പെട്ടാലും കുറവാ. അപ്പോൾ ഇപ്പുറത്ത് നോക്കിയപ്പോൾ 10 എണ്ണത്തിൽ 1 പോയി, പോട്ടെന്ന് വെക്കാം, 9 ഉണ്ടല്ലോ, പക്ഷെ അതിൻ്റെ ഭംഗി കുറവാണ്. അത് കഴിഞ്ഞ് കർത്താവ് പറയാം, 2-ൽ 1 പോയാലും 2-ൽ 1 പറഞ്ഞാൽ മഹത്വമുണ്ട്, 100-ൽ 1 പറഞ്ഞാൽ വല്ലതും ഉണ്ടോ? ഇല്ല. പക്ഷെ അതിൻ്റെ ഭംഗി കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു നൂറ്റാണ്ടുകളായി മനുഷ്യനെ നിർമ്മിച്ചു അല്ലേ? മനുഷ്യൻ നിർമ്മിച്ച് ഇങ്ങനെ വന്നപ്പോൾ ഇതുപോലെ ദൈവം തമ്പുരാൻ പ്രവാചകന്മാരെയൊക്കെ അയച്ചു ഇവനെ ഒന്ന് നേടിയെടുക്കാൻ. അവരൊക്കെ എത്ര നോക്കിയിട്ടും എല്ലാവരെയും ഒന്നും നേടിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വരാം, 99-ൽ 1 പോയാൽ അവനെയും കൂടെ എനിക്ക് വേണം. അതിനാണ് നസറായനായ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തത്. 99-ൻ്റെ 1 വലുതല്ല എന്ന് തോന്നിയ സമൂഹത്തിൽ, 10-ൽ 1 വലുതല്ല എന്ന് തോന്നിയ സമൂഹത്തിൽ, 2-ൽ 1 വലുതല്ല എന്ന് പോയ സമൂഹത്തിൽ ക്രിസ്തു പഠിപ്പിച്ചു എന്താ? അവൻ മനുഷ്യാവതാരം ചെയ്തിട്ട് പറഞ്ഞു, ആ 1 അവനെയും കൂടി എനിക്ക് വേണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ഭംഗി പൂർണ്ണമാകത്തുള്ളൂ. ഞാൻ നിർമ്മിച്ച സൃഷ്ടിയിൽ 100ഉം അതിൻ്റെ പൂർണ്ണതയിൽ എനിക്ക് കാണണമെന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഒന്ന് ഓർക്കുക, 99-ൻ്റെ 1 പോകുമ്പോൾ
ക്രിസ്തുവിനെ സംബന്ധിച്ച് അതിൻ്റെ ഭംഗി കുറവാണ്. 10 നഷ്ടപ്പെടുമ്പോൾ ക്രിസ്തുവിനെ സംബന്ധിച്ച് അതിൻ്റെ ഭംഗി കുറവാണ്. 2 നഷ്ടപ്പെട്ടപ്പോൾ ക്രിസ്തുവിനെ സംബന്ധിച്ച് അതിൻ്റെ ഭംഗി കുറവാണ്. അതുകൊണ്ട് ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തു എന്നുള്ളതാണ്, നല്ല ഇടയനായി ഭൂമിയിൽ വന്നു എന്നുള്ളതാണ് ഈ ഉപമകളിൽ ഒരു ഭാഗത്തു നിന്ന് പറയേണ്ടത്. എന്നാൽ നിങ്ങൾ ഈ ഉപമ വായിച്ചപ്പോൾ ഒരു ഉപമ പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, ആ ആടിനെ തിരിച്ചു കിട്ടിയപ്പോൾ പറയുകയാണ്, ഓരോ നീതിമാന്മാരെ അല്ലെ പാപികൾ വരുമ്പോൾ മാനസാന്തരപ്പെടുന്ന പാപിയെ ചൊല്ലി സ്വർഗം അധികം സന്തോഷിക്കും. എന്നിട്ട് ദൈവദൂതന്മാരും ദൈവവും അവൻ മടങ്ങി വന്നത് കണ്ട് സന്തോഷിക്കുന്നു. ഈ പുസ്തകത്തിലുണ്ട്. 2 മാനസാന്തരപ്പെടുന്ന പാപിയെക്കുറിച്ച് ദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ട്. 3 നഷ്ടപ്പെട്ടു പോയ മകൻ തിരിച്ചു വന്നപ്പോൾ സ്വർഗത്തിലെ സന്തോഷം പറയുകയാണ്. പിതാവ് ഒരുക്കിയ വലിയ വിരുന്ന്, ഒരു ബാങ്കറ്റ് അവൻ ഒരുക്കുകയാണ്. സ്വർഗത്തിലെ സന്തോഷമാണ് ആ വിരുന്നായി കാണുന്നത്. 3 സന്തോഷത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ, അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കാനല്ല, അതിൻ്റെ ഒരു അറിവ് പകരാനാണ് ഞാൻ കൊണ്ടുവന്നത്. ഒരു പാപി അല്ലെങ്കിൽ നമ്മുടെ കുറവിൽ നിന്ന് നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാരും ദൈവവും സന്തോഷിക്കുന്നു. പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഈ 3 ഉപമകളിലും കർത്താവ് പറയുകയാണ്, മാനസാന്തരപ്പെടുന്ന പാപിയെക്കുറിച്ച് ദൂതന്മാരുടെ മധ്യേ സന്തോഷം. 2 നഷ്ടപ്പെട്ടു പോയ മകൻ തിരിച്ചു വന്നപ്പോൾ സ്വർഗത്തിലെ സന്തോഷം കൊണ്ട് ആ പിതാവ് എന്തൊരുക്കി? ഒരു വലിയ വിരുന്നൊരുക്കി ആ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട്. എന്നാൽ നിങ്ങൾ ഈ വേദഭാഗത്ത് പറയുന്ന മറ്റൊരു കാര്യം, ആ മകൻ മടങ്ങി വരാൻ വേണ്ടി, നിങ്ങൾക്കറിയാം, ഒരു മകൻ നഷ്ടപ്പെട്ടു പോയല്ലോ, വീട്ടിൽ നിന്നെല്ലാം മേടിച്ചു കൊണ്ടുപോയൊരു മകൻ്റെ ഉപമയുടെ കഥയും കൂടെയാണല്ലോ ഇത്. ഈ നഷ്ടപ്പെട്ടു പോയ മകൻ മടങ്ങി വരാൻ വേണ്ടി ദൈവം 3-4 കാര്യം ചെയ്തു. ഇത് നമ്മൾ അറിയുന്നില്ല. വേദപുസ്തകത്തിൽ നമ്മൾ പറയുന്നത്, അവൻ പോയപ്പോൾ അവിടെ ക്ഷാമം ഉണ്ടായി, അവന് ജീവിക്കാൻ വകയില്ലാതായി, അവൻ മടങ്ങി വരാനുള്ള സുബോധം ഉണ്ടായി, അല്ലേ? ഈ മകൻ വീട്ടിൽ നിന്നെല്ലാം മേടിച്ചുകൊണ്ട് പോയി ഒരു സ്ഥലത്ത് ചെന്നു, എല്ലാം നഷ്ടപ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുണ്ടായി? ആ ദേശത്ത് ക്ഷാമം ഉണ്ടായി, ജീവിക്കാൻ വകയില്ലാതായി, അവൻ അന്നന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ല. 3 മടങ്ങി വരാനുള്ള സുബോധം ഉണ്ടായി. ഞാൻ വിശ്വസിക്കുന്നത് ആ മകൻ മടങ്ങി വരാൻ വേണ്ടി ദൈവമാണ് ഈ ചില പ്രതിസന്ധികൾ. ഈ പിതാവ് അന്ന് തൊട്ട് പ്രാർത്ഥിക്കുക, എൻ്റെ വീട്ടിൽ നിന്ന് ആ മോൻ പോയി, ആ മോൻ തിരിച്ചു വരണം. ആ മോൻ തിരിച്ചു വരണമെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ആദ്യത്തെ 2 ഉപമയിൽ ബുദ്ധി കുറഞ്ഞതിനെക്കുറിച്ചും 3-ത്തേതിൽ സ്വയം ബുദ്ധി കൊടുത്തിട്ടുള്ള സൃഷ്ടിയെക്കുറിച്ചുമാണ്. ആദ്യത്തേത് 2 ദൈവത്തെ അറിയാത്ത സൃഷ്ടിയാണ്. 2-ത്തേത് അറിഞ്ഞിട്ട് നഷ്ടപ്പെട്ടതാണ്. അറിഞ്ഞിട്ട് നഷ്ടപ്പെടുന്നത് മടങ്ങി വരണം, അറിയാതെ നഷ്ടപ്പെട്ടതിനെ ദൈവം അന്വേഷിച്ചു പോകും. അതാണ് ഈ കഥയുടെ, ഈ ഉപമയുടെ പ്രത്യേകാർത്ഥം. നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ചു എന്ന് പറയുന്നത് അവർക്ക് ദൈവത്തെ അറിയാതെ പോയവർ. എന്നാൽ 3-ത്തേത് നഷ്ടപ്പെട്ടത് പിതാവിനെ അന്വേഷിച്ച്. നിങ്ങൾ ഇനിയും നഷ്ടപ്പെട്ടാൽ ക്രിസ്തു നിങ്ങളെ അന്വേഷിച്ച് വരത്തില്ല. ആരന്വേഷിച്ച് വരണം? ഇതാ വ്യത്യാസം. എന്നാൽ അപ്പുറത്ത് കിടക്കുന്ന ഒരു ജാതി, അവനെ അന്വേഷിച്ച് ആര് പോകും? ദൈവം പോകും. അതുകൊണ്ടാണ് ആ കഥയിൽ, ആ ഇടയൻ്റെ കഥയിൽ, ആടിൻ്റെ കഥയിലും നാണയത്തിൻ്റെ കഥയിലും അന്വേഷിച്ചു പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇടയൻ അന്വേഷിച്ചു പോയി. 2-ത്തേത് ഈ സ്ത്രീ ആ നാണയം എവിടെ കിടക്കുന്നുവെന്ന് അന്വേഷിച്ചു പോയി. എന്നാൽ 3-ത്തേതിൽ മകനാണ്. പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യൻ തിരിച്ചു വരാൻ വേണ്ടി ആ നല്ല ഇടയനായ ദൈവം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കാരണം ഇവന് ബോധമുണ്ട്. ബോധമുള്ളത് കൊണ്ട് വിളിച്ചോണ്ട് വന്നിട്ട് കാര്യമില്ല, അവന് തന്നെ ബോധം കൊടുക്കണം. അതുകൊണ്ട് 3 കാര്യങ്ങൾക്ക് വേണ്ടി നല്ല ഇടയനായ ദൈവം പ്രാർത്ഥിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. നമ്മൾ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉപമയിൽ ആ ദേശത്ത് ക്ഷാമമുണ്ടായി, അവന് ജീവിക്കുവാൻ വകയില്ലാതായി, അവൻ മടങ്ങി വരാനുള്ള സുബോധം. പക്ഷേ ഞാൻ പറയുന്നത്, ആ മകൻ മടങ്ങി വരാൻ വേണ്ടി ദൈവം ഉണ്ടാക്കിയ പ്രതിസന്ധികളാണ് ഏതൊക്കെ? ആ ദേശത്ത് ഒരു ഫാമിൻ ഉണ്ടായത്, സിവിയറായിട്ടൊരു ഫാമിൻ ഉണ്ടായി, വലിയൊരു ക്ഷാമം ഉണ്ടായി, അവന് ജീവിക്കാൻ വകയില്ലാതായി. 3-ത് അവൻ സുബോധം ലഭിച്ചു. ഇത് 2 വന്നു കഴിഞ്ഞപ്പോഴാണ് എന്ത് വന്നത്?
അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ വിചാരിക്കും, ദൈവം തമ്പുരാനെ അറിഞ്ഞിട്ടുള്ള നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോൾ ദൈവം തമ്പുരാൻ ചെറിയ പണി തരും. നിനക്കൊരു ബോധം ഉണ്ടായി, നീ തിരിച്ച്. ഇത് തന്നെയാണ് ആ നഷ്ടപ്പെട്ടു പോയ മകൻ്റെ കഥയിൽ. അവന് ബോധമുണ്ടാകാൻ വേണ്ടി അവൻ്റെ മീതെ അവൻ്റെ പണമെല്ലാം ഉണ്ടായിരുന്നു, പണമെല്ലാം നഷ്ടപ്പെട്ടു, അവന് വകതിരിവ് നഷ്ടപ്പെട്ടു, അവന് പല കാര്യങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അവൻ മടങ്ങി വരാൻ വേണ്ടി ക്രിസ്തു എന്ത് ചെയ്തു? അവൻ്റെ പിതാവ് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ഇതെല്ലാം സംഭവിച്ചാൽ മാത്രമേ അവന് ബോധം തിരിച്ചു വരൂ. ആ തിരിച്ചു വരാൻ വേണ്ടി അവൻ്റെ പ്രാർത്ഥന ദൈവം ആഗ്രഹിച്ചു. അവൻ്റെ മടങ്ങി വരവിന് ദൈവം ചില പ്രതിസന്ധികൾ ഉണ്ടാക്കി. ആ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ അവന് സുബോധം ഉണ്ടായി. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇടയ്ക്കിടയ്ക്ക് ചില വേദനയൊക്കെ തരും. എല്ലാം പോകണമെന്നൊന്നും പ്രാർത്ഥിക്കരുത്. എങ്കിലേ നമുക്ക് ഇച്ചിരിയൊക്കെ സുബോധം ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും നമുക്കൊരു ബോധമില്ലെന്ന് ഞാൻ പറയും. ഇച്ചിരിയോട് നല്ല സുബോധം ഉണ്ടാകണമെങ്കിൽ, എൻ്റെ ദൈവത്തെ പൂർണ്ണമായി അറിയണമെങ്കിൽ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കൂടി, ചില തളർച്ചകൾ കൂടി, ചില ഇല്ലായ്മകൾ കൂടി നമുക്കുണ്ടാകണം. ഇതെല്ലാം കൂടെ ലഭിച്ചാൽ നമുക്ക് അത് അസാധ്യമാണ്. ഈ വേദഭാഗം വായിച്ചപ്പോൾ എനിക്ക് 3 സംഭവങ്ങൾ കൂടി എൻ്റെ മനസ്സിലൂടെ പോയി. ഒന്ന്, നാം വളർന്നു വന്ന സഭയുടെ മഹത്വം അറിയാതെ മറ്റു പലതിലും സന്തോഷമുണ്ടെന്ന് ഇഷ്ടപ്പെട്ട് പുറപ്പെട്ടു പോയ ഈ മകൻ, വീട്ടിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇത് പോരാന്ന് പറഞ്ഞ് എങ്ങോട്ട് പോയത്? വീട്ടിലെ കാശും മേടിച്ചുകൊണ്ട് എല്ലായിടത്തും പോയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി പുറത്തതൊന്നും വലിയ വിലയുള്ളതല്ലെന്ന് പറഞ്ഞ് അവൻ തിരിച്ച് വീട്ടിൽ വന്നു. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മളൊക്കെ വളർന്നു വന്ന സഭയുടെ മഹത്വം അറിയാതെ മറ്റു പലതിലും സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോവുകയാണ്. എന്നിട്ട് ഈ ആധ്യാത്മിക അനുഭവത്തിന് അതിന് സംതൃപ്തിയൊക്കെ ലഭിക്കുമെന്ന് പറഞ്ഞ് പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി അതിന് വലിയ സംതൃപ്തിയൊന്നും ഇല്ല. അവൻ മടങ്ങി വരുമ്പോൾ അവനെ കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് ഈ സഭയിൽ വളർത്തുവാൻ കാത്തിരിക്കുന്ന ഒരു ആത്മീക പിതാവിൻ്റെ ചിത്രമാണ് ഞാൻ ഈ കഥയിൽ വായിച്ചത്. മനസ്സിലായോ? ഈ ഉപമയുടെ മറ്റൊരു തലം. എൻ്റെ സഭയിൽ ആത്മീകപരമായ എല്ലാം ഉണ്ട്, ഇതിൻ്റെ ഭംഗി പോരാ, ഇതിൻ്റെ പ്രാർത്ഥന പോരാ, ഇതിൻ്റെ വിശുദ്ധി പോരാ, ഇതിൻ്റെ ആധ്യാത്മികത നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നാളൊക്കെ പോയി. അവിടെയൊക്കെ ഭയങ്കര പ്രാർത്ഥനയാണ്, അവിടെ ശക്തിയുണ്ടെന്നൊക്കെ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പുത്രനെ പോലെ അവന് മനസ്സിലായി ഇവിടെ ഒന്നും. അവൻ മടങ്ങി വന്നപ്പോൾ ആ മകനെ ചേർത്ത് പിടിച്ച് ഈ ആത്മീകതയോട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ച ഒരു ആത്മീക പിതാവിൻ്റെ ചിത്രമാണ് ഞാൻ ഒന്നാമത് ഇതിൽ വായിച്ചത്. രണ്ടാമത് ഞാൻ ഇതിൽ വായിച്ചത്, നാം നമ്മുടെ സഹോദരങ്ങളോട്, സ്നേഹിതരോട്, മാതാപിതാക്കളോടൊക്കെ പിണങ്ങി ജീവിച്ചിരിക്കുന്ന ഒരു കാലം. എന്നാൽ ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ എനിക്കൊരു ഓർമ്മ ലഭിക്കുന്നു, അവർ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ മഹത്വം. ഇത് തോന്നിയപ്പോൾ പിണങ്ങിയവരോട് ഒന്ന് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ വേണ്ടി മടങ്ങി വന്ന് ക്ഷമ ചോദിക്കാൻ വരുന്ന ആ മകനെയാണ് ഞാൻ രണ്ടാമത് വായിച്ചത്. നമ്മൾ എവിടെയാണെന്നുള്ളത് ചിന്തിക്കണം. നിങ്ങളുടെ ആധ്യാത്മികത വിട്ടിട്ട് പലയിടത്തും പോയിട്ട് മടങ്ങി വരുന്ന ഒരു പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള ഒരു അപേക്ഷയാണെങ്കിൽ അത് തിരിച്ചറിയുക. രണ്ടാമത്, നമ്മുടെ സഹോദരങ്ങളോട്, സ്നേഹിതരോട്, മാതാപിതാക്കളോട് പിണങ്ങിയൊക്കെ നമ്മൾ സഞ്ചരിച്ചിട്ട് നമ്മളൊന്ന് തിരിച്ചറിയുന്നു. എൻ്റെ ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ അവനൊരു ഓർമ്മ നമുക്ക് നൽകുന്നു, അവർ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ എങ്ങനെയാണ് സന്തോഷിച്ചിരുന്നത്. അങ്ങനെ ആ വന്ന് ക്ഷമ ചോദിച്ച് പിതാവിൻ്റെ അടുക്കൽ, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ അടുക്കൽ, മാതാപിതാക്കളുടെ അടുക്കൽ, സ്നേഹിതരുടെ അടുക്കൽ ക്ഷമ ചോദിക്കുവാൻ കടന്നു വരുന്ന ഒരു രണ്ടാമത്തെ ചിത്രമാണ് ഞാൻ വായിച്ചത്. മൂന്നാമത് ഞാൻ വായിച്ചത്, പിതാവിൻ്റെ സ്നേഹം അറിഞ്ഞിട്ടും അതിനേക്കാൾ ഏറിയ സ്നേഹം വഴിയിലുണ്ട് എന്ന് ചിന്തിച്ച് തനിക്കുള്ളതെല്ലാം മേടിച്ച് സന്തോഷത്തിനായി നാനാവിധമാക്കി കളഞ്ഞ ഒരു മകൻ, അവൻ മടങ്ങി വരാൻ ദൈവം അവസരമൊരുക്കും. ഇത് നമ്മുടെ ഈ കാലഘട്ടത്തിലെ യുവതലമുറയുടെ ചിത്രമാണ്. അപ്പനൊക്കെ വീട്ടിൽ എത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി വെക്കും, അതെല്ലാം ഒരു ദിവസം എടുത്തുകൊണ്ട് പോയി വളരെ വേഗത്തിൽ സന്തോഷമാകുമെന്ന് വിചാരിച്ച് സഞ്ചരിക്കുന്നു. അവസാനം ഏത് രീതിയിലെ പ്രവർത്തനങ്ങളും നടത്തിയേക്കാം, എങ്കിലും ഒരിക്കൽ തിരിച്ചറിയുന്നു ഈ യാത്രയ്ക്ക് അർത്ഥമില്ലായിരുന്നു എന്ന്. അതുകൊണ്ട് ഈ ഒരു മകൻ്റെ കഥയിലൂടെ 3 സന്ദർഭങ്ങളെ ഞാനൊന്ന് വെളിപ്പെടുത്താനാണ് ശ്രമിച്ചത്. ഒന്ന്, ആധ്യാത്മികതയിൽ നമ്മുടെ സഭയുടെ വിശ്വാസത്തിലും ആരാധനയിലും കുറവുണ്ട് എന്ന് വിചാരിച്ച് സഞ്ചരിച്ചിട്ട് മടങ്ങി വരുന്ന ഒരു അറിവ്. രണ്ടാമത്,
നമ്മളുടെ പിടക്കം നിമിത്തം സഹോദരങ്ങളോട് മാതാപിതാക്കളിൽ നിന്ന് അന്യമായി പോയിട്ട് മടങ്ങി വന്ന് ക്ഷമ ചോദിച്ച് വീണ്ടും നിരപ്പാകാനുള്ള മനോഭാവം. മൂന്നാമത്, പിതാവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞിട്ട് അതിനേക്കാൾ ഏറിയ സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് അന്വേഷിച്ചു പോയി മടങ്ങി വരാൻ തയ്യാറാകുന്ന ഒരു മകൻ്റെ ചിത്രം. എന്നാൽ ഈ മകൻ നമ്മളോട് പറയുന്ന വലിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ മകന് ഭൗതികമായതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അതുവരെ അവൻ്റെ കയ്യിൽ സ്വീകരിക്കുവാൻ അവനെ പലരും സ്വീകരിച്ചില്ലേ? അവൻ വഴിയിലോട്ട് അവൻ്റെ കാശൊക്കെ കണ്ടു കഴിയുമ്പോൾ എല്ലാവരും അവനെ വിളിച്ചു, നീ നല്ല മോനാണെന്ന് പറഞ്ഞ് അവൻ്റെ കാശുകളെല്ലാവരും പണമെല്ലാവരും ദൂർത്തടിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവസാനം ഇവൻ്റെ കയ്യിൽ പണം പോയപ്പോൾ പിന്നെ ആരെങ്കിലും വന്നോ? ഇത്രയും നാളും അവൻ്റെ പണം കൊണ്ട് എല്ലാവരും ജീവിച്ചു. ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഈ മകന് ഭൗതികമായതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അതുവരെ അവൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചവർ എല്ലാം അവനെ ഉപേക്ഷിച്ചു എന്നുള്ളതാ. അപ്പോൾ അവന് വിവേകം വന്നു, എൻ്റെ പിതാവാണ് ഏറ്റവും നല്ലത്. ഈ ലോകത്തിൻ്റെ സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കയ്യിൽ ധനമുള്ളപ്പോൾ പലരും നമുക്ക് സ്നേഹിതന്മാരാകും, എന്നാൽ അത് കുറയുമ്പോൾ അവരെല്ലാം നമ്മളെ ഉപേക്ഷിച്ച് പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് അപ്പോഴാണ് പറഞ്ഞത്, എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയും ഉള്ളൂ. അവിടെയാണ് ഇവന്റെ ബോധം വന്നത്. ഈ ലോകത്തിലെ സ്നേഹിതന്മാരൊക്കെ അല്പനേരത്തേക്ക് പണമൊക്കെ കാണിച്ചു, അവന്റെ പണമെല്ലാം മേടിച്ചുകൊണ്ട് അവർ ജീവിച്ച് സന്തോഷിച്ച് ജീവിച്ചു. എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? അവന് ഇല്ലാതായപ്പോൾ അവരാരും അപ്പോൾ അവന് സുബോധം വന്നു. എന്താ, എൻ്റെ അപ്പനാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും തന്നിട്ടൊന്നും ആഗ്രഹിച്ചിട്ടല്ല, ബാക്കിയുള്ളവർക്ക് എത്ര കൊടുത്തിട്ടും അവരുടെ കയ്യിൽ ഇങ്ങോട്ടൊന്നും വരുന്നില്ല. അതുകൊണ്ട് ജീവിതത്തിൽ അവരെ പഠിപ്പിച്ചു, നമ്മുടെ കയ്യിലുള്ള ധനമുള്ളപ്പോൾ പലരും സ്നേഹിതന്മാരാകും, അത് കുറയുമ്പോൾ അവർ നമ്മെ ഉപേക്ഷിക്കും. പലരും നിന്നെ സ്നേഹിക്കുന്നത് നിന്റെ കയ്യിൽ ഏറി എന്തെങ്കിലും ഉള്ളപ്പോൾ മാത്രമാണ്. എന്നാൽ അവൻ ഇന്ന് ബോധ്യം വന്നു. ആ ബോധ്യം എന്താ? ആരുമില്ല എങ്കിലും എന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പിതാവ് എനിക്കുണ്ട്. ആ പിതാവിൻ്റെ അടുക്കിലേക്ക് അവൻ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ മാനസാന്തരത്തിലൂടെ മടങ്ങി വരുവാൻ തയ്യാറായ ഈ മകനെ കാത്തിരിക്കുന്ന പിതാവിൻ്റെ പ്രത്യേകതയാണ് എന്നെ ഇഷ്ടപ്പെടുത്തിയത്. ഇവൻ മടങ്ങി വരാൻ വേണ്ടി ആഗ്രഹിച്ചു. അപ്പോൾ ആ പിതാവ് മറന്നുപോയ കാര്യങ്ങൾ, ഈ മകൻ നഷ്ടപ്പെട്ട സമ്പാദ്യം അവൻ മറന്നു. എത്ര വീട്ടിൽ നിന്നെല്ലാം മേടിച്ചുകൊണ്ട് പോയാ ഈ സമ്പാദ്യം ഒന്നും വന്നപ്പോൾ ചോദിച്ചോ? നല്ല പിതാവ് ചോദിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ആകാൻ പറ്റുകയില്ല. ക്രിസ്തു പഠിപ്പിച്ചത് ഈ ലോകപ്രകാരമുള്ള അറിവിനെ കുറിച്ചല്ല, ദൈവരാജ്യത്തിലേക്ക് വരുന്നതിനെ കുറിച്ചാണ്. നമ്മൾ പറയുന്ന പോലെ അവിടെ വരുമ്പോൾ മാനസാന്തരവും പശ്ചാത്താപവും കൊണ്ട് നീ ചെയ്ത എല്ലാ കുറവുകളും അവൻ മറക്കുന്നു. യഥാർത്ഥത്തിൽ അതാണ് സംഭവം. നമ്മുടെ ഉപമയിലായതുകൊണ്ട് അത് മടങ്ങി വന്നപ്പോൾ പണത്തെ മേടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്നത് അവനായിരുന്ന ആധ്യാത്മികത വിട്ടുപോയെന്നേ അർത്ഥമുള്ളൂ. ഒരു പിതാവ് കൊടുത്തിരുന്ന ആത്മീയതയും സ്നേഹത്തിൽ നിന്ന് അവൻ നഷ്ടപ്പെട്ടു പോയെന്നല്ല, അത് ഈ പണത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. പക്ഷെ ഉപമയിൽ ഇങ്ങനെ മാത്രമേ അത് പറയാൻ പറ്റുകയുള്ളൂ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാനസാന്തരത്തിലൂടെ മടങ്ങി വന്നപ്പോൾ ആ മകൻ നഷ്ടപ്പെട്ട അവൻ്റെ ആധ്യാത്മികതയെക്കുറിച്ച് അവൻ ചിന്തിക്കുക, അതായത് സമ്പാദ്യത്തെക്കുറിച്ച് ചിന്തിച്ചില്ല, ഭവനത്തിൽ നമ്മൾ ഇറങ്ങിപ്പോയത് ചിന്തിച്ചില്ല, പിതാവിൻ്റെ സ്നേഹം തിരിച്ചറിയാത്തത് ചിന്തിച്ചില്ല. അവന് വിവേകം വന്നപ്പോൾ അവനെ സ്വീകരിക്കുന്ന പിതാവിനെ കുറിച്ച്. അതുകൊണ്ട് നമുക്ക് എന്ത് കുറവുകൾ വന്നാലും മടങ്ങി വന്ന പിതാവിൻ്റെ സന്നിധിയിൽ വന്നാൽ അവൻ നമ്മളെ സ്വീകരിക്കുന്നവനാണ്. സത്യാനുധാവവും സത്യകുംഭസാരവും സത്യമായ മാനസാന്തരവും നമുക്കുണ്ടെങ്കിൽ അതാണ് ക്രിസ്തു പറഞ്ഞത്. അവൻ നഷ്ടപ്പെടുത്തിയത് ഇതെല്ലാമാണ്, അതെല്ലാം അവന് തിരിച്ചു വന്നു. ആ തിരിച്ചു വന്നപ്പോൾ ആ പിതാവ് അവനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം തയ്യാറായി എന്നുള്ളതാണ്. എന്നാൽ ഈ വേദഭാഗത്ത് ശ്രദ്ധിച്ചാൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ചിന്തിച്ചത് ആര് മാത്രമാണ്? നമ്മളെപ്പോഴും പറയും അവിടെ ഒരു അമ്മയെക്കുറിച്ച് പറയുന്നില്ലെന്ന്, അല്ലേ? ഈ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിച്ചത് ആര് മാത്രം? ഈ മകൻ നഷ്ടപ്പെട്ടു, ഈ നഷ്ടപ്പെട്ടു പോയ മകനെക്കുറിച്ച് ചിന്തിച്ചത് ആര് മാത്രമാണ്? പിതാവ് മാത്രം. സഹോദരൻ ചിന്തിച്ചോ? ഇല്ല. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് ഇനി ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. ഇവിടെയാണ് ഈ കഥ നിങ്ങൾ വായിക്കേണ്ടത്. ഈ ഉപമയുടെ അടുത്ത ഒരു അറിവാണ് ഞാനിപ്പോൾ പറയുന്നത്. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിച്ചത് ആര് മാത്രമാ? പിതാവ് മാത്രം. ഇവിടെ മൂത്ത സഹോദരൻ അത് ചിന്തിക്കുന്നില്ല.
അവരുടെ ഭാഗമാണ് പരീശന്മാരും സാദൂക്യരും. ക്രിസ്താവ് പഠിപ്പിക്കുന്ന കഥ അങ്ങനെയാ. അതായത് പരീശന്മാരുടെയും സാദൂക്യരുടെയും ഭാഗമാണ് ആര് ഈ മൂത്ത സഹോദരൻ. എന്നാൽ പരീശന്മാരും സാദൂക്യരും ദൈവത്തിൻ്റെ മക്കൾ തന്നെ. എന്നാൽ അവിടേക്ക് മറ്റുള്ളവരെ സ്വീകരിക്കാൻ അവർക്ക് മനസ്സില്ല. ഈ ചുങ്കക്കാരെയും പാപികളെയും കൂടെ ആർക്ക് സ്വീകരിക്കാൻ മനസ്സില്ലെന്നാ? ഈ പരീശനും സാദൂക്യർക്കും. ഇതാണ് ഈ കഥ. ഈ പിതാവിന് മാത്രമേ ആരെ സ്വീകരിക്കാൻ തയ്യാറുള്ളൂ? ഈ മകനെ. എന്നാൽ ചുങ്കക്കാരും പാപികൾക്കും അവരെയും കൂടെ സ്നേഹിക്കേണ്ടവരാണ്. ഈ മൂത്ത മകന്റെ സ്ഥാനത്താണ് ആര്? പരീശന്മാരും സാദൂക്യരും. അവരാരെയും കൂടെ സ്നേഹിക്കുന്നില്ല, ഈ പറയുന്ന ചുങ്കക്കാരെയും പാപികളെയും. ഇതാണ് ആ കഥയുടെ അർത്ഥം. ആ ഉപമയുടെ അർത്ഥം അതാണ്. പരീശന്മാരും സാദൂക്യരും ഒക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. എന്നാൽ അവിടേക്ക് മറ്റുള്ളവരെയും കൂടെ കരുതുവാൻ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുവാൻ ഇവർക്ക് താല്പര്യം തോന്നുന്നില്ല. ആ ഉപമയാണ് പാപികളെയും അതുപോലെ തന്നെ ചുങ്കക്കാരെയും കൂടെ ചേർത്ത് പിടിക്കേണ്ടവരാണ് ആര്? സാദൂക്യരും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മൂത്ത മകൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആ പുസ്തകത്തിൽ പറയുന്നില്ലേ. മൂത്ത മകൻ നഷ്ടപ്പെട്ടു പോയ സഹോദരനെ കുറിച്ച് നമ്മളാണെങ്കിൽ സഹോദരൻ ഇറങ്ങിപ്പോയി നോക്കത്തില്ല എവിടെ പോയെന്ന്. ഇവിടെയാണ് ചുങ്കക്കാരും പാപികളും അവരെ കരുതാനായി ആരില്ല? സാദൂക്യരും പരീശ. അവിടെയാണ് കർത്താവ് ആ ഉപമ പറഞ്ഞത്. നിങ്ങളുടെ ദൗത്യം എന്നെ പോലെ പിതാവെന്ന രീതിയിൽ ഞാൻ ഈ ചുങ്കക്കാരെയും പാപികളെയും ചേർത്ത് പിടിക്കുന്നത് പോലെ നിങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ചുങ്കക്കാരെയും പാപികളെയും. അവിടെയാണ് കർത്താവ് ആ ഉപമയിൽ ഒരു മൂത്ത സഹോദരനെ കുറിച്ച് പറഞ്ഞു. അവൻ ഒരിക്കൽ പോലും എന്ത് ചിന്തിച്ചില്ല? അവർ മടങ്ങി വരുന്നതിനെ കുറിച്ച് ചിന്തിച്ചില്ല. അവരും ദൈവത്തിൻ്റെതാണെന്ന് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അവിടെയാണ് കർത്താവ് പറയുന്നത്, ദൈവത്തിൻ്റെ കാഴ്ചയിൽ 100-1, 10-1, 2-1 ഒരുപോലെയാണ്. എൻ്റെ അർത്ഥം 99 വിലയാണ് അവൻ ഒരെണ്ണത്തിനും കൊടുക്കുന്നത്. 9 വിലയാണ് ഒരു നാണയത്തിനും കൊടുക്കുന്നത്. 1 വിലയാണ് അടുത്തതിനും കൊടുക്കുന്നത്. അതുകൊണ്ട് മൂത്ത മകന്റെ പ്രാധാന്യം തന്നെ ഇളയ മകന് കൊടുക്കുന്നതാണ് പിതാവ്. 99 വില തന്നെ കൊടുക്കുന്നതാണ് ഒരെണ്ണത്തിനും എന്നുള്ളതാണ് പിതാവിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് വില കൽപ്പിക്കാത്തതിനെ കുറിച്ച് ദൈവം തമ്പുരാൻ ഇവിടെ പഠിപ്പിക്കുക. എന്നാൽ കർത്താവ് ഇവിടെ പറയുകയാണ്, നഷ്ടപ്പെടുന്നത് ഊന്നമുള്ളതാകാം, ചിലപ്പോൾ മുടന്തുള്ളതാകാം, അതിനെയും കൂടി നീ കരുതണം. കർത്താവ് ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട് മുന്തിരിത്തോട്ടത്തിലെ ഒരു അത്തിവൃക്ഷത്തെക്കുറിച്ച്. ഞാൻ എപ്പോഴും അത് ആലോചിക്കും. ഏറിയ കാലമായി ഫലമില്ല. ഒരു ദിവസം യജമാനൻ വന്നിട്ട് പറഞ്ഞു, ഈ വലിയൊരു മുന്തിരിത്തോട്ടമുണ്ട്, മുന്തിരിത്തോട്ടത്തിലൊരു അത്തിവൃക്ഷമുണ്ട്, മുന്തിരിത്തോട്ടം നന്നായിട്ട് കിടക്കുന്നു, അത്തിവൃക്ഷം ഇല്ല. ഏറിയ കാലമായി അതിന് ഫലമില്ല. അപ്പോൾ അവനോട് പറഞ്ഞു, ഈ അത്തിവൃക്ഷത്തെ അങ്ങ് വെട്ടിക്കളയും. അവിടെ അവനൊരു വാക്ക് പറയുന്നുണ്ട്, 1 വർഷം കൂടി ഞാനൊന്ന് നോക്കട്ടെ. അതിൻ്റെ അർത്ഥം എന്താ? ഇത്രയും നാളും ഫലം നൽകുന്നതിനെ മാത്രമാണ് ആര് നോക്കിക്കൊണ്ടിരുന്നത്? മുന്തിരിത്തോട്ടം മാത്രം ഫലം നൽകുന്നു, അതിനെ മാത്രമാണ് ഈ തോട്ടക്കാരൻ നോക്കി. ഇന്നിപ്പോൾ യജമാനൻ വന്നപ്പോൾ അവനൊരു ബോധം വന്നു, ഇവിടെ നിൽക്കുന്ന അത്തിവൃക്ഷത്തെ ഞാൻ ഇത്രയും വർഷമായി. അതാണ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത. നമ്മളെല്ലാം നോക്കിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വന്ന് പറയും, ഈ അത്തിവൃക്ഷം നീ നോക്കിയോ? അപ്പോൾ നമുക്ക് തോന്നുന്നു, എടാ നമ്മുടെ വീട്ടിൽ ഈ വൃദ്ധയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയപ്പോൾ ആരെ കൊണ്ടുപോയില്ല? മുന്തിരിത്തോട്ടം മുഴുവനും നല്ലതാ, പക്ഷെ വൃദ്ധയായൊരു സ്ത്രീ, വൃദ്ധയായൊരു പിതാവ് അവിടെയുണ്ട്, നമ്മൾ ആരെ ശ്രദ്ധിച്ചില്ല. ഇവിടെയാണ് കർത്താവ് പറയുന്നത്. കർത്താവ് ഇങ്ങനെയാ പഠിപ്പിക്കുന്നത്, നമ്മളെ പോലെ അല്ല. അദ്ദേഹം പറയാണ്, അത്തിവൃക്ഷത്തെ കാത്തിരിക്കും ഏറിയ കാലമായി. അവിടെയാണ് ബോധ്യം കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ തോട്ടക്കാരൻ പറയുകയാണ്, ഞാൻ ഇനി 1 വർഷം കൂടെ തരാം. ഇത്രയും നാളായിട്ട് ഞാൻ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത് ഫലമുള്ള എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ ആയിരുന്നു. ഇനിയും തൊട്ട് ഞാനൊരു തീരുമാനമെടുത്തു, ഫലം തരാത്ത ആരെയും കൂടെ നോക്കാം, എൻ്റെ വൃദ്ധയായ വാർദ്ധക്യമുള്ളവരെ കൂടെ നോക്കാം. ഈ ഒരു അറിവിലേക്കാണ് കർത്താവ് ഈ വേദഭാഗത്തെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അത്തിവൃക്ഷം നമ്മളെ പഠിപ്പിക്കുന്നത്, മുന്തിരിത്തോട്ടത്തിലെ അത്തിവൃക്ഷം നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയാണ്. ക്രിസ്തു പറയുന്നത് അതിനെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഈ ഒരു അറിവിലേക്കാണ്. എന്നാൽ ഈ വേദഭാഗത്തിൻ്റെ മറ്റൊരു രംഗം എന്നെ ഇഷ്ടപ്പെടുത്തിയത്, മൂത്ത സഹോദരൻ വയലിൽ നിന്ന് വന്നപ്പോൾ ഭയങ്കരമായിട്ട് കോപിച്ചു, നീരസപ്പെട്ടു.
പുറത്ത് നിന്നു. നിങ്ങൾക്കറിയാം ഈ ഉപമ. വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൽ വലിയ ആരവാരങ്ങൾ, അവിടെ വലിയ ഭക്ഷണം കൊടുക്കുന്നു, അവിടെ വലിയ വിരുന്ന് കഴിക്കുന്നു കണ്ടപ്പോൾ മൂത്ത മകൻ എന്ത് ചെയ്തു? അവൻ പുറത്ത് നിന്നു. അവൻ പിതാവിനോട് നീരസപ്പെട്ടു. എന്താണെന്നറിയോ ഈ മകൻ നീരസപ്പെടാൻ കാരണം? പിതാവിൻ്റെ കൂടെ ഇത്രയും നാൾ ഇവൻ നിന്നു, പക്ഷേ പിതാവ് ആദ്യമായിട്ടാണ് ഇത്രയും സന്തോഷത്തിൽ കാണുന്നത്. നമ്മൾ ചിലപ്പം പറയത്തില്ലേ, ഞാൻ ഇത്രയും നാളായിട്ട് അമ്മയെ നോക്കി, പക്ഷേ ആ ഇളയ സഹോദരി വന്നപ്പോഴത്തേന് അമ്മച്ചിക്ക് എന്തോ ഒരു സന്തോഷമാണ്. ഇതുപോലെ തന്നെയാണ് ഈ മൂത്ത സഹോദരൻ്റെ ചോദ്യം. അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യരുത്. ഈ വേദഭാഗത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ എടുക്കാവൂ. മറ്റു രീതിയിൽ എടുത്താൽ ഭവനാന്തരീക്ഷത്തിൽ അത് പ്രശ്നം ഉണ്ടാകും. ഈ കഥ അതല്ല. ഈ ഉപമ വേറെ വ്യത്യസ്തമാണ്. മൂത്ത സഹോദരൻ നീരസപ്പെട്ടതിൻ്റെ കാരണം പിതാവ് ഇത്രയും സന്തോഷവാനായി ഇതുവരെയും കണ്ടിട്ടില്ല. ഇന്ന് മാത്രമാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അവൻ ചോദിച്ചു, എന്തുവാ ഇവിടെ നടന്നത്? നിന്റെ നഷ്ടപ്പെട്ടു പോയ സഹോദരൻ തിരിച്ചു വരുന്നു, അതിൻ്റെ സന്തോഷമാണ് ഈ പിതാവിന് ഉള്ളത്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, ഞാൻ ഇത്രയും നാളും നല്ലവനായി പിതാവിനെ സ്നേഹിച്ചിരുന്നു, പിതാവ് ഒരിക്കൽ പോലും ഇത്രയും നല്ലൊരു സ്നേഹം എന്നോട് കാണിച്ചിട്ടില്ല. ഇതിനാലാണ് അവൻ അവൻ്റെ അമർഷം പ്രകടിപ്പിച്ചത്. ഇത്രയും നാളും എൻ്റെ പിതാവിനെ ഞാൻ നോക്കിയിട്ടും ഇത്രയും നല്ലൊരു സ്നേഹം എന്നോട് കാണിച്ചിട്ടില്ല. ആര്? ഈ പിതാവ്. എന്നാൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയി ഈ മകൻ തിരിച്ചു വന്നപ്പോൾ, ഇളയ മകനെ കണ്ടപ്പോൾ, ആ പിതാവ് കാണിക്കുന്ന വാത്സല്യം കണ്ടപ്പോൾ അവന് നീരസം കൊണ്ട്. എന്താ ഇതിൻ്റെ കഥയുടെ അർത്ഥം, ഈ ഉപമയുടെ അർത്ഥം എന്നറിയോ? ക്രിസ്തു ശാസ്ത്രിമാരെയും പരീശന്മാരെയും സ്നേഹിക്കുന്നതിൽ കൂടുതൽ ചുങ്കക്കാരെയും പാപികളെയും സ്നേഹിക്കുന്നു. ഇവിടെയാണ് ക്രിസ്തുവിനോട് അവർക്ക് വിരോധം തോന്നിയത്. സത്യത്തിൽ കർത്താവ് ഈ ഉപമ പറഞ്ഞ ഇതിനു വേണ്ടിയാ. ശാസ്ത്രിമാരും പരീശന്മാരെയും സ്നേഹിക്കുന്നതിൽ കൂടുതൽ ക്രിസ്തു ആരെ സ്നേഹിച്ചു? ഈ പറയുന്ന ചുങ്കക്കാരെയും. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തു? ക്രിസ്തുവിനോട് വിരോധം തോന്നി. ഇതാണ് ഈ കഥയുടെ. ഈ മൂത്ത മകന് നീരസം തോന്നി എന്ന് പറഞ്ഞാൽ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ക്രിസ്തുവിനോട് നീരസം തോന്നി. കാര്യം എന്തുവാ? അവൻ നഷ്ടപ്പെട്ടു പോയ ഇളയ മകനെ പോലെയുള്ള ചുങ്കക്കാരെയും പാപികളെയും ചേർത്ത് വിട്ടു. നിങ്ങൾ ഇനി ഈ ഉപമ വീട്ടിലിരുന്ന് വായിക്കണം. ഇതാണ് വായന. നമ്മൾ ചുമ്മാതെ വായിച്ചാൽ ചുമ്മാതെ ഒരു ചെറുക്കം പോയി അവന് ക്ഷാമം ഉണ്ടായി തിരിച്ചു വന്നു, അതല്ല ഈ കഥ. ഈ കഥയുടെ ആധ്യാത്മികത പൊരുൾ ഇതാണ്. അതുകൊണ്ട് പിതാവ് ഇത്രയും സന്തോഷവാനായി കണ്ടു. മൂത്ത സഹോദരൻ അവിടെ നീരസപ്പെടുന്നുണ്ട്. മൂത്ത സഹോദരൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു. ആരാണ്? ശാസ്ത്രിമാരും പരീശന്മാരും. അവരെന്തുകൊണ്ടാണ്? ഇളയ സഹോദരൻ ആരാ? ചുങ്കക്കാരും പാപികളും. അവരെ ക്രിസ്തു സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാർക്കും അവനോട് നീരസം തോന്നി. അതുകൊണ്ട് ക്രിസ്തു ശാസ്ത്രിമാരെയും പരീശന്മാരെയും സ്നേഹിക്കുന്നതിൽ കൂടുതൽ ചുങ്കക്കാരെയും പാപികളെയും സ്നേഹിക്കുന്നു. ഇവിടെയാണ് ക്രിസ്തുവിനോട് അവർക്ക് വിരോധം തോന്നിയത്. എന്നാൽ ഈ വേദഭാഗത്ത് പറയുകയാണ്, നിങ്ങൾക്ക് എന്തുണ്ടാകണമെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി പറയാം. മൂത്ത സഹോദരനെ പരീശന്മാരോടും സാധുക്യരോടുമാണ് ക്രിസ്തു ഉപമിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ മകനെ ചുങ്കക്കാരോടും പാപികളോടുമാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ചുങ്കക്കാരോടും പാപികളോടും ചേർന്ന് ഭക്ഷണം കഴിക്കുന്നതിന് സാധുക്യരും പരീശന്മാരും നീരസപ്പെടുന്നു എന്നുള്ളതാണ്. എന്നാൽ നോക്കുക, പരീശന്മാരും സാധുക്യരും ഒരിക്കലും ചുങ്കക്കാരും പാപികളെയൊക്കെ കുറിച്ചും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ മൂത്ത മകൻ നഷ്ടപ്പെട്ടു പോയ ഇളയ മകനെക്കുറിച്ച് പരീശന്മാരും സാധുക്യരും ഒരിക്കൽ പോലും ചുങ്കക്കാരെയും പാപികളെക്കുറിച്ചും ചിന്തിച്ചിട്ടില്ല. അവർ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് കാണുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് ബോധ്യപ്പെടുത്തുവാനാണ് ദൈവം ഈ ഉപമ പറഞ്ഞത്. ഈ പറയുന്ന നഷ്ടപ്പെട്ടു പോയ ഷീപ്പിനെ കുറിച്ചും നഷ്ടപ്പെട്ടു പോയ നാണയത്തെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോയ മകനെക്കുറിച്ചുള്ള ഉപമ കർത്താവ് പറഞ്ഞതിൻ്റെ കാര്യം, ദൈവം നിർമ്മിച്ച ഈ ചുങ്കക്കാരും പാപികളും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് കാണുവാനുള്ള കഴിവ് ചുങ്കക്കാർ ഈ പറയുന്ന ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഉണ്ടാകാൻ വേണ്ടിയാണ് കർത്താവ് എന്തു പറഞ്ഞത്? ഈ ഉപമ പറഞ്ഞത്. എന്നാൽ ഈ വേദഭാഗത്തിൻ്റെ അവസാനത്തെ ചില രംഗങ്ങൾ കൂടി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷകരമായി തോന്നിയ രംഗമാണത്. ഈ മകൻ തിരിച്ചു വന്നപ്പോൾ, ഐ ഹാവ് സീൻ എഗനിസ്റ്റ് ഹെവൻ ആൻഡ് ഐ എഗനിസ്റ്റ് അത് യു എന്നാ കർത്താവ് പറഞ്ഞു. ഞാൻ നിന്നോടും സ്വർഗത്തോടുമൊക്കെ പാപം ചെയ്തു.
എന്നാൽ അവൻ്റെ കയ്യിലേക്ക് ദൈവം അവൻ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? അവൻ്റെ ദേഹത്ത് അവനെ കുളിപ്പിച്ചു, മേൽത്തരമായ അങ്കി ധരിപ്പിച്ചു, ചെരുപ്പ്, മോതിരം, ഇതെല്ലാം നടത്തി. എന്താ ഇതിൻ്റെ അർത്ഥം? ഒരു മകൻ ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ, അവൻ മാനസാന്തരവും അനുതാപത്തിലൂടെ തിരിച്ചു വന്നപ്പോൾ അവൻ എന്തൊക്കെ കൊടുക്കുന്നു എന്നാ? ദൈവത്തിൻ്റെ മകനായി പ്രകാശ വസ്ത്രം അവന് ധരിപ്പിക്കുന്നു എന്നുള്ളതാ. അവനെ ദൈവത്തിൻ്റെ പുത്രനാക്കി ദൈവിക സന്നിധിയിലേക്ക് സ്വീകരിക്കുന്ന പിതാവിനെ കുറിച്ചാണ്. അവിടെ വലിയൊരു അറിവാണ് കർത്താവ് പറഞ്ഞത്. അവൻ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ, നമുക്കതിന് പറയാം, നല്ല സത്യകുംഭസാരവും സത്യമാനസാന്തരവും ഒക്കെ അവൻ നടത്തി തിരിച്ചു വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്നാ? കർത്താവിൻ്റെ മകൻ എന്ന മകൾ എന്ന പദവി നമുക്ക് വീണ്ടും നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു തരുന്നു. അവിടെയാണ് അവന് പ്രകാശ വസ്ത്രം കൊടുത്തു, അവനൊരു അങ്കി കൊടുത്തു എന്നും, അവൻ എന്ത് കൊടുത്തു? കാലിൽ ചെരുപ്പ് കൊടുത്തുവെന്നും, അവനൊരു മോതിരം അണിയിച്ചു. നീ എൻ്റെ മകനാണെന്ന് ഉറപ്പ് കൊടുക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഈ ഒരു വലിയ സന്തോഷത്തിനായി കർത്താവ് അവിടെ ഒരു വിരുന്നൊരുക്കുന്നുണ്ട്, ആ പിതാവ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവന് കൊടുക്കുന്നത് എന്താ? നമ്മൾ മാനസാന്തരപ്പെട്ട് അനുദപിച്ച് ദൈവസന്നിധി വരുമ്പോൾ നമുക്ക് എന്തോ തരുന്നത്? ഒരു വിരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞാൽ സ്വർഗീയമായ വിശുദ്ധ ആരാധനയുടെ മന്ന, വിശുദ്ധ കുർബാന എന്ന രഹസ്യത്തെ കൂടി ആ മകനായി നീ എന്നതിൻ്റെ തെളിവാണ് ആ വിരുന്ന്. നിങ്ങളൊന്ന് അല്പം ആഴത്തിൽ വായിച്ചാൽ മതി. ആ വലിയൊരു വിരുന്ന് അവിടെ കഴിച്ചു. ഇതുവരെ ആർക്ക് കൊടുത്തിട്ടില്ല? അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മൂത്ത മകന് കൊടുത്തോ? ഇല്ല. അനുദപിച്ച് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ ആ ഇളയ മകനാണ് എന്ത് കൊടുത്തത്? ആ വലിയ വിരുന്ന് കഴിച്ച് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ വലിയ രഹസ്യത്തിലേക്ക്, ആ മിസ്റ്ററിയിലേക്ക് ആര് പ്രവേശിച്ചു എന്നാ? ആ ഇളയ മകൻ. ഇവിടെ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാം ദൈവസന്നിധിയിൽ നിൽക്കുന്നുവെങ്കിലും ഇളയ മകൻ്റെ മാനസാന്തരവും ഇളയ മകൻ്റെ അനുതാപവും സത്യകുംഭാസാരവും നടത്തി ദൈവസന്നിധിയിൽ വരുമ്പോഴാണ് എന്ത് ലഭിക്കുന്നത്? വിശുദ്ധ കുർബാന എന്ന് പറയുന്ന രഹസ്യം. അതാണ് ഈ വിരുന്നായി നമ്മൾ അവിടെ വായിക്കേണ്ടത്. ആ പിതാവ് അവന് നടത്തിയ വിരുന്ന്. അതുകൊണ്ടാണ് ഇളയ മകൻ, മൂത്ത മകൻ ചോദിച്ചത്, ഇത്രയും നാളും എൻ്റെ പിതാവ് എനിക്കിത്, കാരണം നീ ചുങ്കക്കാരനെയും പാപിയെയും കൂടെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാകുമ്പോഴാണ്. നിങ്ങൾ ഇനിയും ചിന്തിച്ചേ, നമ്മളെന്നും വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൽ ജോലി ചെയ്യുന്നവർ, സമൂഹം അവഗണിക്കപ്പെട്ടവർ, ഇവരോട് നമുക്ക് ഇങ്ങനൊരു മനോഭാവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നാം സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിന് അർത്ഥവത്തായി മാറുന്നത്. ഇവിടെയാണ് കർത്താവ് അത് പഠിപ്പിച്ചത്. മൂത്ത മകൻ അദ്ദേഹം കൊടുത്തില്ല. ഇനി നിങ്ങളത് വായിച്ചാൽ മതി. അതുകൊണ്ടാണ് അവൻ ചോദിച്ചത്, ഞാൻ ഇത്രയും കാലം ജീവിച്ചിട്ട് നീ എനിക്ക് ഒന്നും തന്നിട്ടില്ല, കാരണം നീ അതിന് അർഹനല്ല. അതാണ് ശാസ്ത്രിമാരും പരീക്ഷന്മാരും ചുങ്കക്കാരെയും പാപികളെയും കൂടെ സ്നേഹിക്കുമ്പോഴാണ്, കരുതുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക്, ഒരു പിതാവിൻ്റെ മനോഭാവത്തിലേക്ക് അവർ വളരുന്നത്. എന്തൊരു ആധ്യാത്മിക അറിവാണ് ക്രിസ്തു നമ്മളോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവിടെയാണ് കർത്താവ് പറഞ്ഞത്, മേൽത്തരമായ അങ്കിയും ചെരുപ്പും എല്ലാം ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. അതാ വിഷയം. അനുദപിച്ച് വന്നവനാണ് കർത്താവ് കൊടുത്തത്, മാനസാന്തരപ്പെട്ട് വന്നവനാണ് കൊടുത്തത്. സത്യകുംഭസാരം നടത്തി വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നവർക്കാണ് പ്രകാശത്തിൻ്റെ വസ്ത്രമാകുന്ന അനുഭവം ലഭിക്കുന്നത്. അവിടെയാണ് വിശുദ്ധ കുർബാന എന്ന അതിവിശുദ്ധമായ വിരുന്നിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെയാണ് കർത്താവ് പഠിപ്പിച്ചത്. ഈ വേദഭാഗത്തെ ഒരു ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ച് പറയുന്നത്. നഷ്ടപ്പെട്ടു പോയവർ തിരിച്ചു വരുമ്പോൾ ആര് സന്തോഷിക്കുന്നെന്നാ? സ്വർഗത്തിലെ മാലാഖമാർ. ഞാൻ എളുപ്പം ഓർക്കും, ക്രിസ്തു ജനിച്ചപ്പോൾ മാലാഖമാര് മുകളിൽ വന്നുകൊണ്ട് പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക്. സത്യത്തിൽ ഇന്ന് മാലാഖമാർ മുകളിൽ നിന്ന് താഴെ വന്ന് പാടിയത് എന്തിനാണെന്നറിയാവോ? ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് വിമോചനം ലഭിച്ചു. അതിൻ്റെ സന്തോഷമാണ് മാലാഖമാർ മുകളിൽ വന്നുകൊണ്ട് പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അതിൻ്റെ അർത്ഥം ഇതാണ്, മാലാഖമാർ ഇന്ന് സന്തോഷിച്ചു. ഇന്ന് ദൈവം തമ്പുരാൻ പാപികളെ എല്ലാം നേടിയെടുക്കുവാൻ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തു എന്നതിൻ്റെ സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആര് ദൈവസന്നിധിയിലേക്ക് വരുമോ ആദ്യം സന്തോഷിക്കുന്നത് മാലാഖമാരും ദൈവവുമാണ്.
പാപി മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരാണ്? ദൂതന്മാരും സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വർഗത്തിലെ മാലാഖമാർ ഭൂമിയിൽ വന്ന് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവർ പാട്ടുപാടി. കാരണം ഈ നഷ്ടപ്പെട്ടു പോയ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ ക്രിസ്തു വന്നല്ലോ എന്നതിൻ്റെ ആനന്ദമാണ്. അതുകൊണ്ടാണ് ഈ വേദഭാഗത്ത് ഈ ഉപമയിൽ പറയുന്നത്, പാപി മാനസാന്തരപ്പെട്ടപ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു, ദൂതന്മാർ സന്തോഷിക്കുന്നു. അവിടെയാണ് ദൈവത്തിൻ്റെ ആനന്ദത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വരവ് ഈ വലിയൊരു അനുഭവത്തെക്കുറിച്ച്. അതുകൊണ്ട് നീതിമാന്മാർ, ഈ ഒരു വാക്കുകൂടി നിങ്ങൾ മറന്നു പോകരുത്. നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തുവാനുള്ള വിളിയാണ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നീതിമാന്മാരെന്ന് നിരൂപിക്കുന്നവർ നമ്മുടെ ഭക്തി, പ്രാർത്ഥന, ധാർമ്മിക ജീവിതം ഇവ മതി ദൈവസന്നിധിയിൽ എത്തുവാനെന്ന ചിന്ത, ഇങ്ങനെയുള്ളവരുടെ ഗണത്തിലാണ് ശാസ്ത്രിമാരും പരീശന്മാരും. എന്നാൽ നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് മടക്കിക്കൊണ്ടുവരുമ്പോൾ നാം ദൈവത്തിൻ്റെ മുമ്പിൽ വിലയേറിയതായിത്തീരുന്നു. കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെയാണ്. അപ്പോൾ നീതിമാന്മാരുടെ പ്രത്യേകത, എനിക്ക് ഭക്തിയുണ്ട്, എനിക്ക് പ്രാർത്ഥനയുണ്ട്, എനിക്ക് ധാർമ്മിക ജീവിതമുണ്ട്, ഇവ മതി ദൈവസന്നിധിയിൽ. ഭർത്താവ് ഈ ഉപമയിൽ പഠിപ്പിച്ചു, നഷ്ടപ്പെട്ടു പോയ ഈ മൂത്ത മകനെയും കൂടി നീ സ്വീകരിക്കുമ്പോഴാണ് നീ ആരാകുന്നത്? ദൈവസന്നിധിക്ക് കൊള്ളാവുന്നവന് നീ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെയാണ് തേടി വന്നത്. കാരണം നഷ്ടപ്പെട്ടു പോയതിനെയും കൂടെ അന്വേഷിച്ച് മടക്കി സ്വീകരിക്കാനുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വളരുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. ഞാൻ ഇന്ന് പറഞ്ഞതുപോലെ, നഷ്ടപ്പെട്ടു പോയ ആടും നഷ്ടപ്പെട്ടു പോയ നാണയവും നഷ്ടപ്പെട്ടു പോയ മകനും മറ്റൊന്നുമല്ല. ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് പരീശനും സാധുക്യരും ചുങ്കക്കാരെയും പാപികളെയും സ്വീകരിക്കാനായി മനസ്സില്ല. അതുകൊണ്ട് ചുങ്കക്കാരും പാപികളുമാണ് ഈ 100-1, ഈ പറയുന്ന 9-1, അതുപോലെ 10-1, ഈ 2-1. അവരെ തേടി വന്നു, അവരോട് ക്രിസ്തു പഠിപ്പിച്ചു. ഈ സാധുക്യരും പരീശന്മാരും അവരെയും കൂടെ കരുതുമ്പോഴാണ് നിങ്ങൾ നീതിമാന്മാരെന്ന പദവിക്ക് യഥാർത്ഥത്തിൽ അർഹനാകുന്നത്. അതുകൊണ്ട് മറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ധർമ്മമുണ്ട് എന്ന് പറയുന്നതിലല്ല. നഷ്ടപ്പെട്ടു പോയതിനെയും കൂടെ പിതാവ് സ്നേഹിക്കുന്നത് പോലെ എപ്പോൾ നിങ്ങൾ സ്നേഹിക്കുമോ അപ്പോൾ മാത്രമാണ് ആ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണത. ആ പൂർണ്ണതയിലേക്ക് നമുക്ക് വളരാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വന്ദനായ റമ്പാച്ചനോടും പ്രത്യേകിച്ച് മാത്തുക്കുട്ടി അച്ഛനോടും ഇതിൻ്റെ പ്രവർത്തകരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.